അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ KNMലെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന പവിത്രമാണ് കുടുംബം, പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന ക്യാപ്ഷനോട് കൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ശാഖകളിലും ഈ ക്യാമ്പയിനിൻ്റെ ഭാഗമായി നമ്മളുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പരപ്പനങ്ങാടി ശാഖയിൽ ഇന്ന് രാവിലെ തുടങ്ങി ഉച്ചഭക്ഷണത്തിന് ശേഷം വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. നമ്മളുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരമലായി റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദീന് പഠിക്കാനും അള്ളാഹുവിനെ കുറിച്ചറിയാനും ആ ഉത്തമ സമുദായങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും നമ്മളൊക്കെ അതിൻ്റെ ഭാഗമാണെങ്കിലും വീണ്ടും കേൾക്കാനും പഠിക്കാനും ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് വല്ലാത്തൊരനുഭൂതിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മളുടെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിക്കൊണ്ട് കെട്ടുറപ്പുള്ള ഭദ്രമായ ഒരു കുടുംബത്തെ വാർത്തെടുക്കൽ നമ്മളുടെയൊക്കെ അനിവാര്യമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടും ആ കെട്ടുറപ്പുള്ള ഭദ്രമായ കുടുംബം കെട്ടിപ്പടുത്ത് അതുമായി മുന്നോട്ട് പോകണമെന്നറിയുമ്പോഴും അതിൽ നിന്ന് മാറി ചിന്തിച്ച് ഇന്നിൻ്റെ കാലഘട്ടത്തിനനുസരിച്ച് വ്യതിരിക്തമായ വഴികളിലൂടെ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ബന്ധങ്ങളാണെങ്കിലും കുടുംബ ബന്ധങ്ങളാണെങ്കിലും സമൂഹത്തിലെ പ്രവർത്തനങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾക്ക് ആശാവഹമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അനുയോജ്യമായ ഒരു ക്യാപ്ഷനോട് കൂടിയാണ് KNM ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടും പ്രസക്തമാണ് എന്നുള്ളത് നമ്മൾക്കറിയാം. പക്ഷെ കൂടിയിരിക്കുന്ന നമ്മളൊക്കെ ലൂത്ത് നബിയുടെ ഭാര്യക്ക് കിട്ടാത്ത, നൂഹ് നബിയുടെ മകനും ഭാര്യക്കും ലഭിക്കാത്ത, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഉപ്പക്ക് കിട്ടാത്ത, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബാംഗങ്ങൾക്ക് ലഭ്യമാവാത്ത ഈമാനും വിശ്വാസവും ഹിദായത്തുമൊക്കെ ലഭ്യമായവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് എല്ലാ ആഴ്ചയിലെയും വെള്ളിയാഴ്ച ദിവസങ്ങളിലും നമ്മൾ നടത്തുന്ന ഖുർആൻ ക്ലാസ്സിൽ നിന്നുമൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ് നമ്മളൊക്കെ. പക്ഷേ എവിടെയാണ് നമ്മൾക്ക് പാകപ്പിഴവ് സംഭവിച്ചത് എന്ന് ഒരാത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട സമയമായതുകൊണ്ടായിരിക്കാം കാലഘട്ടത്തിനനുസരിച്ച് KNM ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. നമുക്കൊക്കെ ഒരു സൊസൈറ്റിയെ, ഒരു സമൂഹത്തെ രൂപപ്പെടുത്താൻ, ആ സമൂഹത്തെ രൂപപ്പെടുത്തുമ്പോൾ ആ സമൂഹം നന്നാവണമെങ്കിൽ ആ സമൂഹത്തെ രൂപപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ തട്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടുത്തെ അതിൻ്റെ ഏറ്റവും പ്രാധാന്യമായ ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മളുടെ കുടുംബമാണ്.
ആ കുടുംബത്തെ നമ്മൾ ഭദ്രമാക്കി കൊണ്ടുപോയാലേ ഒരു സമൂഹത്തെ നമ്മൾക്ക് വാർത്തെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള സത്യം നമ്മൾക്കറിയാം. ലോകത്ത് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും അതാത് കാലഘട്ടത്തിൽ ആ സമൂഹം വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ഒരു ഘട്ടത്തിൽ, അതല്ലെങ്കിൽ ധാർമ്മിക ച്യുതിയിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുമ്പം അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, നേരായ ദിശാബോധം നൽകുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാരൊക്കെ കടന്നു വന്നിട്ടുള്ളത്. അതാണ് നമ്മൾ എപ്പോഴും ആവർത്തിച്ച് പറയാറുള്ള അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഉടനീളം ത്യാഗങ്ങൾ മാത്രം സഹിച്ചിട്ടാണെങ്കിലും ഒരു നിലക്കും സന്തോഷം എന്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ ദർശിച്ചിട്ടില്ലാത്ത, സങ്കടങ്ങളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോഴും ഒരു സമൂഹത്തെ, കെട്ടുറപ്പുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി പ്രവാചകൻ സഹിച്ച ത്യാഗങ്ങളുടെ നീണ്ട പട്ടിക നമ്മളുടെ മുമ്പിലുണ്ട്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ പിതാവ് മരണപ്പെടുകയും ജന്മം നൽകിയ പിതാവിനെ ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെ ഉപ്പയില്ലാത്ത കുട്ടിയായി വളർന്നതും, 7ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മരണവും, പിന്നീട് അങ്ങോട്ടുള്ള പ്രയാസങ്ങളുടെ നാളുകളും, ആകെ ഒരു സന്തോഷം ലഭ്യമായത് ഖദീജ ബീവിയെ വിവാഹം കഴിച്ച ആ ഒരു സമയങ്ങളിലാണ്. അത് കഴിഞ്ഞ് 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയപ്പോൾ പ്രവാചകൻ അനുഭവിച്ച ത്യാഗങ്ങളും നമ്മൾക്കറിയാം. സ്വന്തം ജനിച്ച മണ്ണിൽ ഒന്ന് ജീവിക്കാൻ പോലും കഴിയാതെ, പിറന്ന മണ്ണിൽ, കളിച്ചു വളർന്ന മണ്ണിൽ നിന്ന് മക്കയോട് വിട പറഞ്ഞു പോകുന്ന സമയത്ത് മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് മക്കയോട് പറഞ്ഞത്, മക്ക, എനിക്ക് പോകാൻ ആഗ്രഹമുണ്ടായിട്ടല്ല, നിന്നെ വിട്ടുപിരിയണമെന്ന് ആഗ്രഹമുണ്ടായിട്ടല്ല, പോയല്ലേ മതിയാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരണിഞ്ഞുകൊണ്ട് തിരിച്ചുപോയ പ്രവാചകൻ. ആ നാളുകളിലൊക്കെ പ്രവാചകൻ അനുഭവിച്ച വേദനകളുണ്ട്. ഈ വേദനകളും ഈ യാതനകളും ഒക്കെ സഹിച്ചത് ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ ദീനുമായി കടന്നു വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അക്രമ പ്രവർത്തനങ്ങളിൽ മനം നൊന്ത് അക്രമം സഹിക്കവയ്യാതായപ്പോൾ പ്രവാചകൻ തന്റെ അനുയായികളോട് അബീസീനിയയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ ഹിജ്റ പോയ ആളുകളുടെ കൂട്ടത്തിൽ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് ഉണ്ടായിരുന്നു. ആ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് അവിടെ പോയി ഈ പ്രചരണം നടത്തുന്ന സമയത്ത് അബീസീനിയയിലെ രാജാവായ ചക്രവർത്തിയായ നജ്ജാശി ജഅഫർ ഇബ്നു അബീ ത്വാലിബിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് പോന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ പോരായിരുന്നോ എന്നുള്ളത്. എന്തിനാ മുഹമ്മദിൽ വിശ്വസിച്ചത് എന്ന് ചോദിക്കുകയാണ്. ആ മുഹമ്മദിൽ വിശ്വസിച്ചത് എന്തിന് എന്നുള്ളതും, സ്വന്തം നാട്ടിൽ ജീവിക്കുന്നിടത്ത് നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കാൻ വേണ്ടി മറ്റൊരു രാജ്യത്തേക്ക് ഹിജ്റ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രവാചകൻ കാണിച്ച ത്യാഗത്തെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, വളരെ കൃത്യമായ വഴികേടിലായിരുന്ന ഒരു സമൂഹത്തെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നേരായ ദിശയിലേക്ക് കൊണ്ടുവന്നത്. നമ്മളെപ്പോഴും പറയാറുള്ള പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടം ഒരു ഭാഗത്ത്, ജനിച്ചു വീണ തന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാത്രമല്ല, ഒരു പെണ്ണിന് അവളുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഇദ്ദ സമ്പ്രദായം ഇസ്ലാമിലുള്ളതാണ്. 4 മാസവും 10 ദിവസവും നമ്മൾ ഇദ്ദയിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു വർഷക്കാലമായിരുന്നു ഇദ്ദ എന്ന് പറയുന്നത്. ആ ഇദ്ദയിരിക്കുന്ന സമയത്ത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് ഭർത്താവിന്റെ ഭൗതിക ശരീരം മയ്യത്ത് മറമടക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരു പറ്റം സ്ത്രീകള് അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിച്ച് ആ പെണ്ണ് ചെയ്ത അല്ലെങ്കിൽ ആ പെണ്ണിന്റെ മോശം പ്രവർത്തനം കൊണ്ടാണ് അല്ലെങ്കിൽ മോശത്തരം കൊണ്ടാണ് ഭർത്താവ് മരിച്ചത് എന്നുള്ള ആ ഒരു സങ്കല്പത്തിലേക്ക് അവരെത്തുകയും എന്നിട്ട് ആ പെണ്ണിനെ കൊണ്ടുപോയി വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി അവരുടെ ഒട്ടകത്തെ കെട്ടുന്ന തൊഴുത്തിന്റെ ആലയുടെ ഒരു ഭാഗത്ത് ഈ പെണ്ണിനെ കൊണ്ടുപോയി കുടിയിരുത്തുക.
ആ പെണ്ണിനെ അവിടെ കൊണ്ടുപോയിരുത്തിയിട്ട് എപ്പോഴെങ്കിലും കൊണ്ടുപോയി കൊടുക്കുന്ന ഭക്ഷണവും എപ്പോഴെങ്കിലും ആരെങ്കിലും പോയി നോക്കുന്നതും ഒഴിച്ച് ഒരാൾ പോലും അവിടേക്ക് ശ്രദ്ധിക്കാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 1 വർഷക്കാലം അവിടെ ഒരു പെണ്ണൊറ്റയ്ക്ക് ഇരിക്കുക. തന്റെ ഭർത്താവ് മരിച്ചു കഴിയുമ്പം ഏറെ നമ്മൾക്ക് സാന്ത്വനം പകരേണ്ട, ഏറെ നമ്മൾക്ക് സമാധാനം തരേണ്ട കുടുംബാംഗങ്ങൾ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവിടുന്ന് 1 വർഷം കഴിയുമ്പം അവിടുത്തെ സ്ത്രീകൾ ഇറങ്ങി വന്ന് അപ്പുറത്തെ തൊഴുത്തിൽ നിന്ന് ഒട്ടകത്തെ ആ സ്ത്രീയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തനിക്ക് ഭക്ഷിക്കാനുള്ള എന്തോ ഒരു ഭക്ഷ്യവസ്തുവാണ് ഈ സ്ത്രീ എന്നുള്ള നിലക്ക് ജടകുത്തിയ മുടിയും അതുപോലെ തന്നെ ചളിപുരണ്ട് നാറിയ ശരീരവും ഒക്കെ കാണുമ്പോൾ ഒട്ടകം വിചാരിക്കുന്നത് തനിക്ക് ഭക്ഷിക്കാനുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് എന്നുള്ളതാണ്. ഈ സ്ത്രീയെ നക്കിത്തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് കുളിപ്പിച്ചു കൊണ്ടുവന്നവിടെ ഇരുത്തിയിട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു ഭക്ഷണം മാത്രം കൊടുക്കുന്ന ആ സമയത്ത് നക്കിത്തുടച്ചു വരുമ്പം ശരീരത്തിന്റെ ഭാഗങ്ങളും നുരുമ്പിയ വസ്ത്രത്തിന്റെ ഭാഗങ്ങളും കാണുമ്പോൾ ആ സ്ത്രീ അവിടെ നിന്ന് കൊണ്ടുപോവുകയും കുളിപ്പിക്കുകയും പുതിയ വസ്ത്രം ധരിക്കുകയും അവൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് പിന്നീട് ആ വീട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത്, ആ വീട്ടിൽ ഏതൊക്കെ ആണുങ്ങളുണ്ടോ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഉള്ള ഒരു ഉപഭോഗ വസ്തുവായിരുന്നു ആ ഭർത്താവ് മരിച്ച സ്ത്രീ എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മാറ്റത്തിന്റെ വിത്ത് പാകുന്നത്. മാത്രമല്ല, നമ്മൾക്കൊക്കെ കൃത്യമായ ബോധ്യമുള്ള, കള്ളില്ലാതെ പെണ്ണില്ലാതെ യുദ്ധമില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു സമൂഹം. അവിടെ ഉക്കാദ ചന്തയിൽ വെച്ച് പേരിനും പെരുമയ്ക്കും വേണ്ടി തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു ചെടിയുടെ ഇല കടിച്ചു എന്നുള്ളതിന്റെ പേരിൽ, അവരുടെ ഒട്ടകം കടിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഉക്കാദ ചന്തയിൽ വെച്ച് പേരിനും പെരുമയ്ക്കും വേണ്ടി ഘോര യുദ്ധം ചെയ്യുന്ന ആളുകൾക്കിടയിലേക്കാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വരവ്. കള്ളു കുടിച്ച് ലെക്ക് കെട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സമൂഹം. അവിടെ കടലിൽ കക്ക പെറുക്കിയും വിജനമായ മരുഭൂമിയിലൂടെ ആടുകളെ മേച്ചു നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ കൊള്ള നടത്താനും കൊലവിളി മുഴക്കാനും ഒരു മടിയുമില്ലാത്ത കാലഘട്ടമായിരുന്നു. സ്വന്തം ഭർത്താവിന്റെ ഒട്ടകപ്പുറത്ത് പട്ടാപ്പകൽ ഭാര്യയെ കയറ്റിക്കൊണ്ടു പോകാൻ കഴിയാത്ത ഒരവസ്ഥ. സ്വന്തം സഹോദരൻ ഒട്ടകം ഓടിച്ചു പോകുമ്പോൾ അവരുടെ പ്രിയപ്പെട്ട സഹോദരിയെ ആ ഒട്ടകപ്പുറത്ത് കൊണ്ടുപോകാൻ പോലും പറ്റാത്ത അവസ്ഥ. അവരുടെ മുമ്പിൽ വെച്ച് പോലും അതിമ്ലേച്ഛമായ രൂപത്തിൽ ഈ സ്ത്രീകളോട് പെരുമാറുന്ന വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. എന്നിട്ട് ആ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ എന്നാണ്. വളരെ വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു കാലഘട്ടം. സൂറത്ത് ജുമുഅയിൽ നമ്മൾ എപ്പോഴും പാരായണം ചെയ്യുന്ന ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വ്യക്തമായ ഒരു വഴികേടിലായിരുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലേക്കാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ദീനുമായി കടന്നു വരുന്നത്. ആ ദീനുമായാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇത് നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചത്. ഒരു സമൂഹം വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവരും കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും അതിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത്. ആ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഇബാദത്ത് ചെയ്തു എന്നുള്ളതല്ല, നമ്മൾ എത്ര പ്രവർത്തിച്ചു എന്നുള്ളതല്ല. ആ പ്രവർത്തിച്ചതിൽ നിരർത്ഥകമാവാതെ അള്ളാഹു കബൂൽ ചെയ്ത നമ്മളുടെ പ്രവർത്തനങ്ങൾ എത്രയുണ്ട് എന്ന് കൂടി നമ്മൾ നോക്കണം. നമ്മളുടെ കുടുംബത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. നമ്മൾ ആരംഭിക്കേണ്ടത് ഒരു സൊസൈറ്റിയെ വാർത്തെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കാനുള്ളത് കുടുംബത്തിനാണ് എന്നുള്ളതും, ആ കുടുംബത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ എവിടെ നിന്ന് നമ്മൾക്ക് തുടങ്ങണമെന്ന് നമ്മൾക്കറിയാത്തൊരവസ്ഥ. അള്ളാഹുവിന്റെ പ്രവാചകന് ഹിറാ ഗുഹയിൽ വെച്ച് ധ്യാന നിമഗ്നനായിരിക്കുന്ന സമയത്ത് മലക്ക് ജിബ്രീൽ കടന്നു വന്നുകൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ കലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് തുടങ്ങുന്ന ഏതാനും ആയത്തുകൾ ഓതിക്കൊടുത്ത് വീട്ടിലേക്ക് വന്നതും ഖദീജ ബീവിയെ സമീപിച്ചതും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പിന്നെ വീട്ടിൽ നിന്നിറങ്ങാൻ പേടിച്ച് വിറച്ച് വീട്ടിൽ കഴിയുന്നൊരവസ്ഥ. അപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ വീണ്ടും അള്ളാഹുവിന്റെ
വചനം ഇറങ്ങുന്നത്. വഅൻസിർ അശീറത്തക്കൽ അഖ്റബീൻ, ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് താക്കീത് നൽകണം എന്ന് പറയുന്നത്. ഏറ്റവും അടുത്ത ബന്ധുക്കളോട്, ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളോട് നിങ്ങൾ താക്കീത് നൽകണം എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകനെ വീണ്ടും ഉണർത്തുകയാണ്. അവിടെ വെച്ചാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സഫ മലയുടെ മുകളിലേക്ക് പോയതും ഓരോ ഗോത്രങ്ങളെയും പേരെടുത്ത് വിളിച്ചതും അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള കലിമത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തതും വിശ്വസിക്കണം എന്ന് പറയുന്നതും മരിക്കുന്നതിന് മുമ്പ് പരലോകത്ത് എത്തിച്ചേരുന്നതിന് മുമ്പ് നമ്മളുടെ വിശ്വാസം നന്നാക്കണമെന്നുമൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ ചരിത്രവും നമ്മൾക്കറിയാം. അവിടുന്ന് അങ്ങോട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നതും. പക്ഷെ ആരംഭിച്ചത് കുടുംബത്തിൽ നിന്നാണ്. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലും. ആ കുടുംബം എന്ന് പറയുന്നത് മതത്തിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ മതത്തിന്റെ മുഖമുള്ള ഒന്നാണ് കുടുംബം എന്ന് പറയുന്നത്. അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്നുള്ളതും അള്ളാഹു നമ്മളെ പഠിപ്പിക്കാം. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ എന്ന് ഓതി തന്നുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ എപ്പോഴും പാരായണം ചെയ്യുന്ന ആയത്ത്. വമിൻ ആയാതിഹി, അവന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ, അവരിൽ ശാന്തി കണ്ടെത്തുന്നതിന് വേണ്ടി, സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾക്ക് സൃഷ്ടിച്ചു തന്ന ഇണകളായിട്ടാണ് നമ്മൾക്ക് സൃഷ്ടിച്ചു തന്നത് എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കാം. വീടെന്ന് പറയുന്നതിന് ശാന്തിയുടെ ഭവനമായി മാറണമെങ്കിൽ ഒരു വീടെന്ന് പറയുന്നത് ഞാനും നിങ്ങളുമൊക്കെ സാധാരണ വിചാരിക്കുന്നത് പോലെ 2 നിലയുടെ അല്ലെങ്കിൽ 3 നിലയുള്ള വീടോ അതിലെ സുഖ സൗകര്യങ്ങളോ അല്ല നമ്മളൊരു ശാന്തിയുടെ ഭവനമായി കാണേണ്ടത്. വീട് വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. വീട് നമ്മൾക്ക് വേണം. സ്വസ്ഥമായി നമ്മളുടെ കുട്ടികളെ കൂട്ടിപ്പിടിച്ച് അന്തി ഉറങ്ങാൻ നമ്മൾക്ക് വീട് വേണം. ചോർന്നൊലിക്കാത്ത വീട് നമ്മളുടെയൊക്കെ സങ്കല്പമാണ്. പക്ഷെ ആ വീടെന്ന് പറയുന്ന സങ്കല്പത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഏറ്റവും വലിയ ഭവനമുണ്ടായാൽ, നമ്മളുടെ നാട്ടിലേക്കൊന്ന് നമ്മൾ കണ്ണോടിച്ചു നോക്കുമ്പം പ്രതാപികളായ ഏറ്റവും നല്ല പണക്കാരായ നല്ല വീടും നല്ല സൗകര്യങ്ങളുമുള്ള ആളുകളൊക്കെ നമ്മളുടെ ചുറ്റുഭാഗങ്ങളിൽ ഉണ്ടാകുമ്പോഴും സമാധാനത്തോടു കൂടി അവർക്ക് അന്തി ഉറങ്ങാൻ കഴിയാത്ത, ആ വീടുകളിൽ സമാധാനമില്ലാത്ത, ഒന്നുകിൽ മക്കളെ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യമാരെ കൊണ്ടായിരിക്കാം, സമാധാനമില്ലാത്ത വീടുകൾ നമ്മളുടെ ചുറ്റുഭാഗങ്ങളിലൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾക്ക് വലിയ വീടുണ്ടായി എന്ന് വിചാരിച്ച് അത് സമാധാനത്തിന്റെ ഗേഹമായി മാറില്ല എന്നുള്ളത് നമ്മൾക്കറിയാം. ആ സമാധാനത്തിന്റെ ഗേഹം എന്ന് പറയുന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നമ്മൾക്കറിയാം. അദ്ദേഹം എവിടെയാണ് കിടന്നുറങ്ങിയിരുന്നത് എന്നുള്ളത്. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി ചത്താൽ അതിന് ഈ ഉമർ മറുപടി പറയേണ്ടി വരും എന്ന് വിചാരിച്ച് മദീന തെരുവീതിയിലൂടെ ചുറ്റി സഞ്ചരിച്ചിരുന്ന ഉമറിന്റെ ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. ഓല വെട്ടിയിട്ട്, ഈത്തപ്പനയുടെ ഓല വെട്ടിയിട്ട് അത് നിലത്ത് വിരിച്ച് അതിൽ കിടന്ന് എണീറ്റ് നോക്കുമ്പം ആ പുറത്തൊക്കെ തന്നെ ഈത്തപ്പനയുടെ ഓലയുടെ ആ അടയാളങ്ങൾ ഇങ്ങനെ പതിഞ്ഞതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നു എന്ന് ചരിത്രത്തിന്റെ ഭാഗമാണ്. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾക്ക് കഴിക്കാൻ ഒരു റൊട്ടിയും, നമ്മളുടെ തല വെക്കാൻ നമ്മളുടെ ഒരു കയ്യും, അതുപോലെ തന്നെ ഒന്ന് ഉറങ്ങാൻ ഒരു മരത്തിന്റെ തണലും കിട്ടിയാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്ന കൂട്ടത്തിലേക്ക് നമ്മൾ പോകണം. ചിലപ്പം അവിടെയായിരിക്കും നമ്മൾക്ക് സമാധാനം ഉണ്ടാവുക. വീടുണ്ടായിട്ട് സമാധാനമില്ലാത്ത ആളുകളുണ്ട്. പക്ഷെ ഒരു വീടിനെ കുറിച്ച് നമ്മളെ ഖുർആനിൽ പഠിപ്പിക്കുമ്പോഴൊക്കെ, നമ്മൾ എപ്പോഴും പറയുമ്പോഴൊക്കെ ദാറ് എന്നും ബൈത്ത് എന്നും മസ്കന് എന്നും ഒക്കെ വീടിന്റെ പര്യായ പദങ്ങളായിട്ട് നമ്മൾ അറബിയിൽ കാണുന്നതാ. ദാർ എന്ന് പറയുന്നത് ദാറുസലാം എന്ന് പറഞ്ഞ് സ്വർഗത്തിലെ ഭവനത്തെ കുറിച്ചാണ് പലപ്പോഴും നമ്മൾ ദാറ് എന്ന് ഉപയോഗിക്കാറുള്ളത്. മാറാല എന്നുള്ളതിന് നമ്മൾ ബൈത്ത് എന്ന് പറയും. ബുയൂത്തുൽ അൻകബൂത്ത് എന്ന് പറയുന്ന ചിലന്തിയുടെ അല്ലെങ്കിൽ എട്ടുകാലിയുടെ വലക്കും ബുയൂത്ത് ബൈത്ത് എന്ന് പറയും. അതേസമയം മസ്കൻ എന്ന് പറയുന്നത്, വീടെന്ന് പറയുന്നത്, അത് ശാന്തിയുടെ ഗേഹമായ മസ്കൻ എന്നുള്ള ഭാഗം ഉപയോഗപ്പെടുത്തിയിട്ടാണ് അത് പറയുന്നത്. അപ്പൊ ആ മസ്കനായി നമ്മളുടെ വീടുകൾ, ശാന്തിയുടെ ഗേഹമായി നമ്മളുടെ വീടുകൾ മാറണമെങ്കിൽ അവിടെ എന്തുണ്ടാകണം? അലാ ബിസിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ഹൃദയങ്ങൾ ഉണ്ടാവണം. അവിടെയാണ് ശാന്തി ഉണ്ടാവുക, അവിടെയാണ് സമാധാനം ഉണ്ടാവുക. ഇന്ന് നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നതും ആ ഒരു വിശ്വാസമില്ലായ്മയാണ് നമ്മളുടെ വീടുകളിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഐഷ ബീവി റളിയല്ലാഹു അൻഹ വളരെ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു തന്നു ഹദീസിലൂടെ. അള്ളാഹുവിന്റെ റസൂൽ എങ്ങാനും
ആദ്യം നമസ്കാരത്തെക്കുറിച്ചോ ആദ്യം നോമ്പിനെ കുറിച്ചോ ആണ് പറയുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനിൽ വിശ്വസിക്കാൻ ആളുകൾ ഉണ്ടാവുമായിരുന്നില്ല എന്നുള്ളത്. ആദ്യം പറഞ്ഞത് പരലോക ജീവിതത്തെക്കുറിച്ച്, അതുപോലെ തന്നെ വിശ്വാസത്തെക്കുറിച്ച്. ഈ വിശ്വാസത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമാണ് പറഞ്ഞത്. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളുടെ വീടുകളിൽ ആദ്യം ഉണ്ടാവേണ്ടത് വിശ്വാസമാണ്. നമ്മളുടെ മക്കളെ ആ വിശ്വാസത്തിനനുസരിച്ച് പ്രാപ്തമാക്കാൻ നമ്മൾക്ക് കഴിയണം. നമ്മളുടെ കുട്ടികളെ വിശ്വാസത്തിലൂന്നിയ മനസ്സിന്റെ ഉടമകളാക്കാൻ നമ്മൾക്ക് കഴിയണം. അപ്പോഴേ നമ്മളുടെ വീട്ടിൽ ശാന്തിയും സമാധാനം ഉണ്ടാവുകയുള്ളൂ. നേരത്തെ KNM ക്യാപ്ഷൻ നിർണയിക്കുമ്പോൾ അവരുടെ മുമ്പിലുള്ള ഒരു ചോദ്യമുണ്ട്. ഇന്ന് ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെയും ശിഥിലമായി കൊണ്ടിരിക്കുന്ന സമൂഹങ്ങളെയും കുറിച്ചൊക്കെ അതെങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ, വിശ്വാസം രൂഢമൂലമാവേണ്ടതിന് പകരം വിശ്വാസമില്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മളെല്ലാവരും നമ്മളുടെ നാട്ടിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് നമസ്കരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ വൈകല്യം നിറഞ്ഞ വിശ്വാസമാണ് അവരൊക്കെ ഉൾക്കൊള്ളുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ വിശ്വാസമില്ലാതെ എത്ര നമസ്കരിച്ചിട്ട് എന്താ കാര്യമുള്ളത്, എത്ര നോമ്പ് നോറ്റിട്ട് എന്താ കാര്യമുള്ളത്? അതിനൊക്കെ അപ്പുറത്തേക്ക് ആ വിശ്വാസം നമ്മളുടെ മനസ്സിൽ രൂഢമൂലമായാൽ ബാക്കിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയാൽ ഉണ്ടാകും, അല്ലെങ്കിൽ അത് നിരർത്ഥകമാകും എന്നുള്ളത് നമ്മൾക്കറിയാം. എങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ആ വിശ്വാസം ഉണ്ടെങ്കിൽ നാളെ നമ്മൾക്ക് സ്വർഗം ലഭ്യമാകും എന്നുള്ളതറിയാം. وأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية എന്നുള്ളത് നമ്മൾ പഠിച്ചതാ. നമ്മളുടെ തുലാസിന്റെ ഭാരം തൂങ്ങണ്ടേ, നമ്മൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണ്ടേ? ആ തുലാസിന്റെ ഭാരം തൂങ്ങാൻ നമ്മൾ എങ്ങനെ നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കണം? അള്ളാഹുവിന്റെ റസൂല് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആദ്യം പറഞ്ഞത് വിശ്വാസത്തെക്കുറിച്ച്. ഇവിടെ ഇബാദത്തുകൾ നിർണയിക്കപ്പെടുന്നതിന്റെ മുമ്പ് വിശ്വാസത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഉണ്ടാക്കിയെടുത്തതാണ് നമ്മൾ കണ്ടത്. മഹദിയായ സുമയ്യ ബീബി റളിയല്ലാഹു അൻഹ തന്റെ ജീവൻ പോലും വെടിയുന്ന ഒരു സമയത്ത് പ്രിയപ്പെട്ട ഭർത്താവിനെ ഈത്തപ്പനയുടെ മുകളിൽ കെട്ടിയിട്ട് ചാട്ടവാറുകൊണ്ട് ചാട്ടവാറുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോ ശരീരത്തിൽ നിന്ന് പ്രഹരമേറ്റ് ശരീരത്തിൽ നിന്ന് ചോര ചീറ്റിത്തെറിച്ച് ഈത്തപ്പനയുടെ മുകളിലേക്ക് തെറിക്കണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ആ ഓലയിലേക്ക് ചോരത്തുള്ളികൾ പടർന്നു വീഴുമ്പോഴും ഇപ്പുറത്ത് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയെ മലർത്തിക്കിടത്തിയിട്ട് ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പി അവരുടെ ജനനേന്ദ്രിയത്തിലൂടെ കുത്തിക്കയറ്റുമ്പോൾ കത്തുന്ന മാംസത്തിന്റെ ഗന്ധത്തോടൊപ്പം കുത്തുന്ന ശത്രുവിന്റെ മുഖത്ത് നോക്കി അല്ലാഹു അഹദ് എന്ന് പറയാം. അതിലൂടെ കടന്നു വരിക അള്ളാഹുവിന്റെ റസൂല്. നിസ്സഹായതയോടുകൂടി അള്ളാഹുവിന്റെ പ്രവാചകന്റെ നേർക്ക് യാസർ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയും നോക്കിക്കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. യാസർ കുടുംബമേ ക്ഷമ അവലംബിക്കുക, നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് സ്വർഗമാണ് എന്ന് പറയുകയാണ്. അന്ന് നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല, അന്ന് സക്കാത്തിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ അവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുകയാണ്. ആ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചു. നമ്മൾ നിസ്കരിക്കണ്ട എന്നോ നോമ്പ് നോൽക്കണ്ട എന്നോ വെറും വിശ്വാസവും പരലോക ജീവിതത്തെ കുറിച്ചുള്ള ആ ഒരു ചിന്തയും മതി എന്നല്ല പറയുന്നത്. ഇസ്രാവും മിഹ്റാജും നടക്കുന്ന സമയത്താണ് നമസ്കാരം നിർബന്ധമാക്കിയത്. ഹിജ്റ പോകുന്നതിന്റെ തൊട്ട് മുമ്പ് മക്കയിലെ 13 വർഷത്തിന് ശേഷമാണ് മദീനയിലേക്ക് ഹിജ്റ പോയത്. ആ മദീനയിലേക്ക് ഹിജ്റ പോയിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് നോമ്പ് നിർബന്ധമാക്കുന്നത്. നുബുവത്ത് ലഭ്യമായി 15 വർഷം കഴിഞ്ഞിട്ട് നോമ്പ് നിർബന്ധമാകുന്നത്. പിന്നീടാണ് ഹജ്ജ് നിർബന്ധമാവുന്നത്. ഇതൊക്കെ നമ്മളുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചപ്പോഴും വികലമായ വിശ്വാസവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ നമ്മളുടെ കുടുംബത്തെ നമ്മളുടെ കൂടെ നിർത്താൻ കഴിയും? എങ്ങനെ നമ്മളുടെ കുടുംബത്തെ നമ്മളുടെ കൂടെ നിർത്താൻ കഴിയും? പടച്ച തമ്പുരാൻ വളരെ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞേക്കൂ അൻഫുസക്കും വാഹിലീക്കും ഞാറ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നതോടൊപ്പം തന്നെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കാം. മക്കൾക്ക് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള മക്കളാക്കിയിട്ട് നമ്മളുടെ മക്കളെ മാറ്റണം. നമ്മളുടെ കുടുംബത്തിൽ അത്തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കണം. ഒരുപാട് ആളുകളോട് നമ്മൾക്ക് കടമയുണ്ട്, ഒരുപാട് ആളുകളോട് നമ്മൾക്ക് കടപ്പാടുണ്ട്. നമ്മളുടെ മാതാപിതാക്കളെ, നമ്മൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോട് നമ്മൾക്ക് കടപ്പാടുണ്ട്. നമ്മൾ ജന്മം നൽകിയ മക്കളെ പോറ്റേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്.
ഈ സമൂഹത്തോട് നമ്മൾക്ക് ബാധ്യതയുണ്ട്, നമ്മളുടെ സ്വന്തം കുടുംബത്തോട് നമ്മൾക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യതകളൊക്കെ നിറവേറ്റേണ്ടവരാണ് നമ്മൾ. എങ്ങനെ നമ്മൾ ആ ബാധ്യത നിറവേറ്റുന്നവരായി മാറുന്നു? നമ്മളുടെ കുടുംബം എന്ന് പറയുന്നത്, നമ്മളുടെ സങ്കല്പത്തിലുള്ള നമ്മളുടെ കുടുംബം എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ 2 മക്കളും, ഇനി ഏറിയാൽ ഭർത്താവിന്റെ ഉമ്മയെയും ഉപ്പയെയും നമ്മൾ കൂടെ കൂട്ടും. അതിനപ്പുറത്തേക്ക് നമ്മൾക്ക് കുടുംബമില്ല. അതിനപ്പുറത്തേക്ക് നമ്മളുടെ കുടുംബം എന്നുള്ള ആ ഒരു സങ്കല്പം നമ്മൾക്കില്ല. നമ്മളാണ് നമ്മളുടെ കുടുംബം എന്ന് പറയുന്നത്. അതിൽ നമ്മളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുടെ സഹോദരിമാർ ഒരു 2 ആഴ്ച കഴിയുമ്പം ഒന്ന് വീട്ടിലേക്ക് വരുമ്പം മക്കളുടെ മുമ്പിൽ വെച്ച് ഭാര്യമാരായ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പല്ലേ അവർ വന്നു പോയത്? കഴിഞ്ഞ 2 ആഴ്ച മുമ്പല്ലേ അവർ വന്നു പോയത്? കുട്ടികളൊക്കെ ആയിട്ട് 2 ദിവസം നിന്ന് അവർ പോയതല്ലേ? ഇപ്പം എന്താ 15 ദിവസം കഴിയുമ്പോഴേക്കിന് വരാൻ മാത്രം ഇപ്പം എന്താ ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്നുള്ളത്. ഇത് കേൾക്കുന്നത് നമ്മളുടെ മക്കളാ. നമ്മളുടെ പ്രിയപ്പെട്ട ഉമ്മ നമ്മളുടെ വീട്ടിലേക്കൊന്ന് വരികയാണെങ്കിൽ തിരിച്ചു നമ്മളുടെ ഭർത്താക്കന്മാരോട് നമ്മൾ ചോദിക്കും, എന്തപ്പം ഉമ്മാക്ക് അവിടെ വലിയ സുഖമൊന്നും ഇല്ലേ? പിള്ളേരെ വന്ന് പോയിട്ടല്ലേ ഉള്ളൂ, പിന്നെ എന്താ ഉമ്മ ഇപ്പം തന്നെ വന്നത് എന്ന് ചോദിക്കും. ഇതും കേൾക്കുന്നത് നമ്മളുടെ മക്കൾ. ആ മക്കൾ നമ്മളോട് എങ്ങനെയാണ് പെരുമാറുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മളുടെ പിന്നെ പുരുഷന്മാരാണെങ്കിൽ അവരുടെ ഭാര്യയും മക്കളും ഭാര്യയുടെ കുടുംബാംഗങ്ങളും നമ്മളുടെ കുടുംബത്തിലെ അംഗങ്ങളാണ്. നമ്മളുടെ സഹോദരിമാർ, ഞാനും നിങ്ങളും അടങ്ങുന്ന സഹോദരിമാർ, നമ്മളുടെ കുടുംബാംഗം എന്ന് പറയുന്നത് നമ്മളുടെ കുടുംബവും നമ്മളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുടെ കുടുംബം. അതവരുടെ പെങ്ങന്മാരും ജ്യേഷ്ഠന്മാരും അനുജന്മാരും മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അവരുടെ ഉപ്പയുടെ അനിയന്മാരും ഉപ്പയുടെ ജ്യേഷ്ഠന്മാരും ഉപ്പയുടെ പെങ്ങന്മാരും ഒക്കെ നമ്മളുടെ കുടുംബാംഗങ്ങളാണ്. ആ തരത്തിൽ വിശാലമായിട്ട് നമ്മൾ ആ കുടുംബത്തെ കാണണം. വിശാലമായിട്ട് ആ കുടുംബത്തെ നമ്മൾക്ക് കാണാൻ കഴിയുമ്പോഴാണ് ഒരു ഭവനം എന്ന് പറയുന്നത് അതിന്റെ വിശാലതയിലേക്ക് എത്തുമ്പോഴാണ് നമ്മളുടെ മനസ്സിന്റെ വിശാലതയും അതോടൊപ്പം ഉണ്ടാവുക. അവിടെയേ നമ്മൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുള്ളൂ. അവിടെയാണ് നമ്മൾക്ക് പരലോകത്തിൽ സ്വർഗം ലഭ്യമാവുകയുള്ളൂ. ആ അള്ളാഹുവിനെ നമ്മൾക്ക് കാണണമെങ്കിൽ, നമ്മളുടെ കുടുംബത്തിൽ അള്ളാഹുവിനെ കാണണമെങ്കിൽ ആ തരത്തിലുള്ള ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ മാറണം. ആ മാറാൻ നമ്മൾക്ക് കഴിയണം. അത് കഴിയാത്തൊരു സാഹചര്യമാണ് ഇന്ന് നമ്മളുടെ നാട്ടിലുള്ളത്. നമ്മൾ എവിടെയൊക്കെ വായിച്ചൊരു കഥയുണ്ട്. ഇറാഖിലെ അഹമ്മദ് അഷ്ഫാഖ് എന്ന് പറയുന്ന ഒരാള് ചെരുപ്പ് കുത്തിയായിരുന്നു അദ്ദേഹം. ആ ചെരുപ്പ് കുത്തിയിട്ട് അദ്ദേഹം തന്റെ ഉപജീവനം നടത്തുകയും അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം മാറ്റിവെക്കുകയും തന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മക്കയിലേക്ക് ഒരു ഹജ്ജ് ചെയ്യാൻ പോവുക എന്നുള്ളത്. ആ മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാൻ പോകാൻ തനിക്ക് എന്ത് സമ്പാദിക്കാൻ കഴിയും എന്ന് വിചാരിച്ച് തന്റെ വീട്ടിലെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിന്നും സംഖ്യ സ്വരൂപിച്ച് വെച്ച് ആ പൈസ കൊണ്ട് ഹജ്ജിന് പോകാൻ ഒരുങ്ങി. അടുത്ത ഹജ്ജിന് പോകണമെന്ന് അതിനുള്ള പൈസയൊക്കെ ഒരുക്കൂട്ടി വെച്ച് ഹജ്ജിന് പോകാൻ വേണ്ടി ഒരു തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ തന്റെ ഇത്തിരി പോന്ന കുട്ടി വീട്ടിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വരുന്ന കുട്ടി എന്താണ് എന്ന് ഉപ്പ ചോദിക്കുമ്പോൾ ആ ഉപ്പയോട് പറയുന്നത് 4 വീട് അപ്പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് അവിടെ ആടിന്റെ മാംസം പാകം ചെയ്തിട്ടുണ്ട്, ഇറച്ചിയുടെ വല്ലാത്ത മണമുണ്ട്. ഞാൻ ആ വീട്ടിലേക്ക് പോയി അവിടുത്തെ ഉമ്മാനോട് ഒരു കഷ്ണം ഇറച്ചി ചോദിച്ചപ്പം അവര് തരൂല എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ചോദിച്ചപ്പോഴും അവര് എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന കുട്ടി. എത്ര സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും ആ കുട്ടി സമാധാനം അടയുന്നില്ല. കുട്ടി കരയുകയാണ്. ആ സമയത്ത് എവിടുന്ന് ഇറച്ചി കിട്ടുമെന്നുള്ളതും എങ്ങനെ പാകം ചെയ്ത് കുട്ടിയുടെ കരച്ചിൽ നിർത്തുമെന്നും അറിയാതെ അഷ്ഫാഖ് തന്റെ കുട്ടിയെ കയ്യും പിടിച്ച്, കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ കയ്യും പിടിച്ച് ആ വീട്ടിലേക്ക് പോവുക. ആ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ ഉമ്മക്കും അവിടുത്തെ ഉപ്പക്കും അറിയാം ഈ കരഞ്ഞുകൊണ്ട് കുട്ടി ഓടിപ്പോയപ്പം എന്തായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കി നിൽക്കുമ്പോഴാ വീണ്ടും കരച്ചിൽ കേൾക്കുന്നതും ഈ കുട്ടിയുടെ കയ്യും പിടിച്ച് ഉപ്പ കടന്നു വരുന്നതും കാണുന്നത്. ആ വീട്ടുവാതിൽക്കൽ വന്ന് ആ ഉപ്പ പറയുന്നുണ്ട്, ഒരു കഷ്ണം മാംസം എന്റെ കുട്ടിക്ക് കൊടുക്കണം. ഞാൻ എന്ത് പറഞ്ഞിട്ടും അവനെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല, അവന് കരച്ചിൽ നിർത്തുന്നില്ല എന്ന് പറയാം. അത് കൊടുക്കാൻ പറ്റൂല എന്ന് പറയാം. വീണ്ടും പറയാണ്, കരച്ചിൽ നിർത്തണമെങ്കിൽ ഒരു കഷ്ണം കൊടുക്കണം, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരു കഷ്ണം മാംസം കൊടുക്കണം എന്ന് പറയുമ്പോൾ ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, അത് നിങ്ങൾക്ക് തിന്നാൻ പറ്റില്ല, അത് നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല. ഞങ്ങൾ ദിവസങ്ങളായിട്ട് പട്ടിണിയിലാണ്, ഞങ്ങൾ പട്ടിണിയിലാണ്. കുറെ ദിവസമായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പുറത്തെ പാടത്ത്
ചത്തുകിടക്കുന്ന ഒരാടിനെ കൊണ്ടുവന്ന് അതിന്റെ തൊലിയുരിഞ്ഞ് അതിന്റെ മാംസം എടുത്ത് അത് പാകം ചെയ്തിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കാനില്ലാതെ പട്ടിണി കിടന്ന് മരിക്കുമെന്നൊരു ഘട്ടം വരുമ്പം ചത്ത മാംസം തിന്നാമെന്നുള്ള ആ വിധി ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ അതിന്റെ മാംസം പാകം ചെയ്തത്. പക്ഷെ അത് നിങ്ങൾക്ക് അനുവദനീയമല്ല എന്ന് പറയുകയാണ്. ഇയാൾ ഈ കുട്ടിയുടെ കയ്യും പിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി. അയാൾ പെട്ടി തുറന്ന് അയാളുടെ ആ പണക്കിഴി എടുത്തു. എന്നിട്ട് അതെടുത്ത് അതിലേക്ക് 2 പ്രാവശ്യം നോക്കിയിട്ട് ആ പണക്കിഴി കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വന്നിട്ട് ആ സ്ത്രീയുടെ മുമ്പിലേക്ക് ഈ പണക്കിഴി വെച്ചു കൊടുക്കുമ്പം അവര് പറയുന്നു, ഒരു കാരണവശാലും സ്വീകരിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാം നിങ്ങൾ ഹജ്ജിന് പോകാൻ അത്രമാത്രം ആഗ്രഹിച്ചതാണ് എന്നുള്ളതും അതിനുവേണ്ടി സ്വരുക്കൂട്ടി വെച്ചതാണ് ഈ പണം എന്നുള്ളതും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ പണം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പട്ടിണി കിടന്നിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചോളാം, നിങ്ങളുടെ ആദ്യം മുതലേ ഉള്ള ആഗ്രഹമാണ് പോവണം ഹജ്ജിന് എന്ന് പറയാണ്. ആ പണക്കിഴി ആ പെണ്ണിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എന്ത് ഹജ്ജ്, എന്ത് ഹജ്ജ് എന്ന് ചോദിക്കാം. ഈ എന്റെ തൊട്ടടുത്ത അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് ഞാൻ ഹജ്ജിന് പോയി ആ മക്കയിൽ ചെന്ന് പുണ്യങ്ങളുടെ ഗേഹങ്ങൾ, ആ പുണ്യങ്ങളുടെ ഗേഹത്ത് പോയി ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ഏത് റബ്ബാണ് എന്റെ ഹജ്ജ് സ്വീകരിക്കുക എന്ന് ചോദിക്കാം. ഏത് റബ്ബാണ് എന്റെ ഹജ്ജ് സ്വീകരിക്കുക? അതുകൊണ്ട് കബൂൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അത് കൊടുത്തിട്ട് തിരിച്ചു പോരുന്ന ആ പാവം മനുഷ്യനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെയാണ് സമാധാനം എന്ന് പറയുന്നത്. അതാണല്ലോ നമ്മൾ കണ്ടത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചു. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ എപ്പോഴും പറയുന്നതാ, എന്നും നമ്മൾ പറയുന്ന ചരിത്രങ്ങളാ. അവിടെയാണ് ഒരു ഉമ്മ സ്വന്തം മകളോട് പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞ കഥ നമ്മൾക്കറിയാം, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആ ഉമ്മ പാലിൽ വെള്ളം ചേർക്കാൻ പറയുമ്പോൾ ഉമറും ഉമറിന്റെ കിങ്കരന്മാരും നമ്മളോട് അനധികൃതമായിട്ട് നമ്മൾ പണം സമ്പാദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ച്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ച് ആ ഉമ്മയെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ ഉമ്മ പറയുന്നുണ്ട്, ഉമറോ ഉമറിന്റെ കിങ്കരന്മാരോ ഇത് കാണില്ല എന്നുള്ളത്. അപ്പൊ ഈ പെൺകുട്ടി തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അയിനല്ല, പിന്നെ എവിടെ എന്റെ റബ്ബ്, എന്റെ അള്ള എവിടെ? എന്ന് ഓതിക്കൊടുത്തുകൊണ്ട് നമ്മളുടെ കണ്ണിന്റെ കട്ടുനോട്ടത്തെയും ഹൃദയത്തിന്റെ അന്തരാളത്തെയും ഒളിപ്പിച്ച അള്ള അറിയും എന്ന് പറയുകയാണ്. അവരത്രമാത്രം അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിലോ 2 വർഷക്കാലം അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോഴോ അവർ ഇസ്ലാമിലേക്ക് വന്നവരല്ല. നമ്മൾ വിചാരിക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ ഇതൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യം, അള്ളാഹുവിന്റെ പ്രവാചകൻ 10-23 വർഷക്കാലം ദീനുമായി കടന്നു വന്നപ്പോഴാണ് മാറ്റമുണ്ടാക്കിയത് എന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞ് 2.5 വർഷക്കാലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. പക്ഷേ ആ സമയം കഴിഞ്ഞതിന് ശേഷം മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കുക. 10 കൊല്ലവും 6 മാസവും 8 ദിവസവുമാണ് ആ ഖലീഫ, ഇസ്ലാമിന്റെ ഖലീഫയായി അമീറുൽ മുഅ്മിനീൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഖലീഫ 10 വർഷവും 6 മാസവും 8 ദിവസവുമാണ് ഭരണം ഏറ്റെടുത്തത്. ആ സമയത്ത് 20 രാജ്യങ്ങളുടെ രാജാവായിരുന്നു, അധിപനായിരുന്നു, ചക്രവർത്തിയായിരുന്നു അമീറുൽ മുഅ്മിനീൻ. ആ 20 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ലിബിയയും സിറിയയും ഇറാനും ഇറാഖും അടങ്ങുന്ന ആ രാജ്യങ്ങളൊക്കെ തന്നെ ഇസ്ലാമിന്റെ അധീനതയിൽ വരികയും അവിടെയുള്ള ആളുകൾ ഇസ്ലാമിനെ പഠിക്കുന്നതിന് വേണ്ടി, ഇസ്ലാമിനെ അറിയുന്നതിന് വേണ്ടി മദീനയിലെ പള്ളിയുടെ ഓരത്ത് ടെന്റ് കെട്ടി താമസിക്കുന്ന ആളുകൾക്കിടയിൽ അവരുടെ വിശ്വാസം രൂഢമൂലമായിരുന്നില്ല. ആ സമയത്താണ് ഉമ്മ പറയുന്നത് പാലിൽ വെള്ളം ചേർക്കാൻ. പക്ഷെ ഇത്തിരി പോന്ന ഒരു പെൺകുട്ടി അവൾ പറഞ്ഞു കൊടുക്കുന്നത് റബ്ബ് കാണും എന്നുള്ളത്. അവിടേക്ക് അവരെ എത്തിച്ചു. ആ പെൺകുട്ടിയെയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ആസിം ബിൻ ഉമറിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത്. വിശ്വാസമാണ് അവിടെ ഉണ്ടായത്. ആ വിശ്വാസത്തിന്റെ തണലിലാണ് ആ ഗേഹത്തിലാണ് അവർ വളർന്നു വന്നത്. അവിടെയാണ് അള്ളാഹുവിന്റെ സ്മരണയുണ്ടാകുന്നത്. ഇതില്ലാത്ത വീടുകളിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ സന്തോഷവും സമാധാനവും നമ്മൾക്ക് എത്തില്ല. നമ്മൾ വിവാഹം കഴിക്കുമ്പം കുഫുവത്തോ എന്ന് നമ്മൾ നോക്കുമ്പം നമ്മൾ കുഫു വെക്കുന്നത് ഏത് തരത്തിലാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാം. നമ്മൾ അവിടെ സിറിയക്കാരിയായ ഒരു പെണ്ണ് ഒരു നോവൽ എഴുതിയതിൽ നമ്മൾക്ക് വായിക്കാൻ കഴിയും.
അവരുടെ മകന് കല്യാണം അന്വേഷിച്ചതും ആ കല്യാണം അന്വേഷിച്ചപ്പം ഒരു സ്ത്രീയെ കണ്ടതും അവരോട് ആ കുഫുവത്തൊരു പെണ്ണിനെ പറഞ്ഞു കൊടുക്കാൻ പറയുമ്പം പറഞ്ഞു കൊടുക്കുന്ന പെണ്ണിനെയൊന്നും അവർക്ക് ഇഷ്ടമാവാത്ത ഒരു കഥ പുസ്തകത്തിൽ സിറിയക്കാരിയായ ഒരാളുടെ കഥയുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് പറയാം, ഇന്ന സ്ഥലത്ത് ആമിനയുണ്ട് എന്നുള്ളതും ആമിനയെ കല്യാണം കഴിക്കണം എന്ന് പറയുമ്പം അത് പറ്റുമോ എന്ന് ചോദിക്കുമ്പം നിറം കുറവാണ് എന്ന് പറയാ, അവൾ കളറ് കുറവാണ്, പിന്നെ അവൾക്ക് സൗന്ദര്യം പോരാ, അവൾക്ക് സമ്പത്ത് പോരാ. ഇതിനെ ഓരോന്നിനെ കുറിച്ചും പറഞ്ഞു കൊടുത്ത് അവസാനം ചോദിക്കുന്നത് നിങ്ങളുടെ മകൻ എങ്ങനെ എന്ന് ചോദിക്കുമ്പം അത്യാവശ്യം ദീനൊക്കെയുള്ളയാളാണ്. അപ്പൊ ആ ദീനിയായ എന്റെ മകൻ, അവളുടെ കാര്യം, അവളെ ദീനിയായ കുട്ടിയാക്കി വളർത്തുന്നത് കാര്യം അവൻ ഏറ്റെടുത്തോളും. പക്ഷെ അതിനപ്പുറത്തേക്ക് സമ്പത്തും സൗന്ദര്യവും തറവാടിത്തവും ഒക്കെയുള്ള നല്ലൊരു കുട്ടിയാവണം എന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ദീനില്ലെങ്കിലും സൗന്ദര്യവും സമ്പത്തും തറവാടിത്തവും ഒക്കെയുള്ള കുട്ടിയെ തെരഞ്ഞെടുത്ത് അത് ഈ ചെറുപ്പക്കാരൻ, ആ ദീനിയായ ചെറുപ്പക്കാരൻ അവന്റെ ഭാര്യയെ ദീനിന്റെ വശങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവളെ നന്നാക്കിയെടുത്തോളും എന്ന് പറഞ്ഞപ്പം അതിനനുസരിച്ചുള്ള പെണ്ണിനെ കൊട്ടിക്കൊണ്ടുവരിക. എന്നിട്ട് എന്തേ ഉണ്ടായത്? ഇപ്പൊ നമ്മള് ഈ യുഗത്തിൽ നമ്മൾ സംസാരിക്കുന്നത് പോലെ ഒരു ഫോണും നമുക്ക് പിന്നെ അവർക്കൊരു റൂമും ഉണ്ടായാൽ ആ റൂമിൽ നിന്ന് ഇറങ്ങി വരാതെ ഈ ഫോണും പിടിച്ച് അവരുടെ ലോകമായി മാറുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം ഈ കല്യാണം ഉണ്ടാക്കിയ പെണ്ണ് അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ എത്ര കൃത്യമായിട്ടാണ് ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നും തുൻകഹുൽ മർഅത്തു ലി അർബഇൻ എന്ന് പറയുന്ന ആ ഹദീസ് ഓതിക്കൊടുത്തുകൊണ്ട് ഫൾഫർ ബിദാത്തി ദീൻ എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് അതില്ലാത്തതിന്റെ പേരിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. അവിടെയാണ് ആ വിശ്വാസിയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത്. നമ്മൾ ഇന്നും കുഫുവത്തോ എന്ന് നോക്കുന്നത് സൗന്ദര്യത്തിന്റെ കുറവുകൊണ്ട്, സമ്പത്തിന്റെ കുറവുകൊണ്ട്, തറവാടിത്തത്തിന്റെ കുറവുകൊണ്ട് വേണ്ട എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഫൾഫർ ബിദാത്തി ദീൻ എന്നുള്ളത് ആ മതനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന നമ്മളുടെ ആശയാദർശങ്ങളുള്ള പെൺകുട്ടികളെ കണ്ടെത്താൻ ഞാനും നിങ്ങളും പിന്നോട്ട് പോയപ്പോഴാണ് നമ്മളുടെ കുടുംബത്തിലൊക്കെ വളരെ മോശമായ പ്രവണതയിലേക്ക് പോകാൻ തുടങ്ങിയത്. നിയന്ത്രിച്ചാൽ നമ്മൾക്ക് കിട്ടാതാവുന്നത്, ആ നിയന്ത്രിച്ചാൽ നമ്മൾക്ക് കിട്ടണം. അവിടേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം നന്നാവണം. സ്ത്രീ നന്നായാൽ, ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ നന്നായാൽ ആ സ്ത്രീയാണ് ആ കുടുംബത്തെ, പിന്നെ ഒരു കുട്ടിയുടെ ആദ്യത്തെ പാഠശാല എന്നുള്ളതും ആ സ്ത്രീ നന്നായാൽ ആ കുടുംബം നന്നാകുമെന്നും ആ കുടുംബം നന്നായാൽ ഒരു സൊസൈറ്റി നന്നാവുമെന്നും ഒരു സമൂഹം നന്നാവുമെന്നും നമ്മളൊക്കെ വളരെ കൃത്യമായി പഠിച്ചു വെച്ച ആളുകളാണ്. അപ്പൊ അത് നന്നാക്കിയെടുക്കണമെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഞാനും നിങ്ങളുമൊക്കെ ഒരല്പമെങ്കിലും സമയം കണ്ടെത്തിയിട്ട്, സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് സമയം കണ്ടെത്തിയിട്ട് നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ നമ്മൾക്ക് കഴിയണം. അവരെ കൂടെ കൂട്ടാൻ നമ്മൾക്ക് കഴിയണം. അവര് സ്കൂൾ വിട്ട് വരുമ്പം, അവര് കോളേജ് വിട്ട് വരുമ്പം നമ്മളൊരു ഫോണും കയ്യിൽ പിടിച്ച് ചായ ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ച് കഴിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അവരോടൊന്നും മിണ്ടാനോ അവർക്ക് ആ ചായ ഒരു കപ്പിലേക്ക് പകർന്നു കൊടുക്കാനോ പോലും സമയം കണ്ടെത്താതെ ഞാനും നിങ്ങളുമൊക്കെ ഈ ഫോണുമായിട്ട് നമ്മൾ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ കുട്ടികളും അപ്പുറത്ത് ചായ കുടിക്കാനിരിക്കുമ്പം, കാപ്പി കുടിക്കാനിരിക്കുമ്പം അവരുടെ കയ്യിലെ ഫോണിൽ തോണ്ടിയിട്ട് അവരും ഇരിക്കുന്നത്. അവർക്ക് അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഇത്തിരി പോന്ന നമ്മളുടെ കുട്ടികൾക്ക് നമ്മളോട് പറയണമെന്നുണ്ടെങ്കിലും നമ്മൾ പറയും കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, ഇതൊന്ന് കാണട്ടെ അല്ലെങ്കിൽ ഇതൊന്ന് കേൾക്കട്ടെ. ആ മെസ്സേജിലേക്ക് നമ്മൾ പോകുമ്പം നമ്മളുടെ കുട്ടികൾക്ക് ചെറുപ്പം മുതൽ നമ്മളുടെ കുട്ടികൾക്ക് അവർക്ക് അവരുടെ മനസ്സിലെ ആശയങ്ങൾ പങ്കുവെക്കാൻ, അവരുടെ മനസ്സിലുള്ളത് പങ്കുവെക്കാൻ അവർക്ക് ഒരാളില്ലാതായി മാറുകയാണ്. ഉമ്മ കേൾക്കേണ്ടിടത്ത് ഉമ്മ കേൾക്കണം, ഉപ്പ കേൾക്കേണ്ടിടത്ത് ഉപ്പ കേൾക്കണം. ഉപ്പയും ഉമ്മയും ഒരുമിച്ചിരുന്ന് കേൾക്കേണ്ടിടത്ത് ഉപ്പയും ഉമ്മയും ഒരുമിച്ചിരുന്ന് കേട്ടിട്ടില്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾ അവർക്കിഷ്ടമുള്ളയിടത്ത് നമ്മൾ കേൾക്കാൻ അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാവാത്തിടത്തോളം കാലം നമ്മളെ കേൾക്കാൻ അവരും തയ്യാറാവൂല. അവർക്ക് കിട്ടുന്ന രൂപത്തിലേക്ക് അവർ മാറും, അവർ പോകും. നമ്മളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ നമ്മൾ സ്കൂളിലെ കുട്ടികളിൽ നിന്ന് കേൾക്കുന്നു, പഠിക്കുന്നു. എൻ്റെ സ്കൂളിൽ ഒരു ദിവസം എൻ്റെ ഫോണ് ബെല്ലടിച്ച സമയത്ത് ഞാൻ HMന്റെ റൂമിലേക്ക് എന്തോ ഒരാവശ്യത്തിന് പോയതാ. ആ സമയത്ത് എൻ്റെ ഫോണ് പിന്നെ മേശപ്പുറത്ത് നിന്ന് ബെല്ലടിക്കുമ്പോൾ കളിക്കാൻ ഇന്റർബെല്ലിന് വിട്ട സമയത്ത് എൻ്റെ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ കുട്ടി ഫോണും എടുത്തുകൊണ്ട് ഓടി വരിക എൻ്റെ അടുത്തേക്ക്, ടീച്ചറെ എന്ന് വിളിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, വേണ്ടടാ അവിടെ വെച്ചോ, ഞാൻ ഇപ്പം വരും, ഞാൻ ഹെഡ്മാഷെ കാണാൻ വേണ്ടി പോവുകയാണ്, ഞാൻ ഇപ്പം വരും, ഹെഡ്മാഷ് എന്തിനോ വിളിച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ
അപ്പൊ അവന് പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയക്കുമ്പം അവൻ പോകും, കുറച്ച് കഴിയുമ്പം വീണ്ടും ഇങ്ങോട്ട് തന്നെ വരിക, ടീച്ചറെ ഫോൺ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട. 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ടീച്ചറെ ഇത് വീട്ടിൽ നിന്ന് നിങ്ങളുടെ പുതിയാപ്പിളിന്റെ ഫോണാണ്, നിങ്ങളെ ഭർത്താവിന്റെ ഫോണാണ്, ഇതെടുക്കണ്ടേ എന്ന് ചോദിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എടുത്തോളാം, ഞാൻ വിളിച്ചോളാം എന്ന് പറയുമ്പം പറ്റൂല എന്ന് പറയാം ടീച്ചർ. അവനക്ക് ആകെ ബേജാറും വെപ്രാളും ഒക്കെ. അങ്ങനെ അവനൊരു സമാധാനമില്ല. വൈകുന്നേരം ഇന്റർബെല്ലിന്റെ സമയം, സ്കൂൾ വിടാൻ നേരത്ത് അവൻ എന്നോട് ചോദിക്കാണ്, ടീച്ചറെ വീട്ടിൽ പോകാൻ പേടിയില്ലേ എന്നുള്ളത്. വീട്ടിൽ പോകാൻ പേടിയില്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ വീട്ടിൽ പോകാൻ പേടി? ടീച്ചറെ പുതിയാപ്പിളിന്റെ ഫോൺ എടുത്തില്ലല്ലോ, ടീച്ചർ തിരിച്ചു വിളിക്കും ചെയ്തില്ല, വീട്ടിൽ പോയാല് പുതിയാപ്പിളിന്റെ അടുത്ത് നിന്ന് അതിനുള്ള ചീത്ത കേൾക്കൂലേ എന്നുള്ളതാ. ഞാൻ പറഞ്ഞു എന്തിനാ ചീത്ത പറയുന്നത്? ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞപ്പം, ഞങ്ങളെ വീട്ടിലാണെങ്കിൽ ഇന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റൂല, ഉപ്പയും ഉമ്മയും തമ്മിലുള്ള അടി ഇന്ന് നമ്മൾ കാണേണ്ടി വരും എന്ന് പറയാം. ഉപ്പാന്റെ ഫോൺ എങ്ങാനും ഒരു മിസ് കോൾ വന്നാൽ ഉമ്മ തിരിച്ചു വിളിച്ചിട്ടില്ലെങ്കിൽ, ഉപ്പാന്റെ ഫോണൊന്നും എടുത്തിട്ടില്ലെങ്കിൽ അന്ന് യുദ്ധമാണ് ഞങ്ങളുടെ വീട്ടിൽ എന്ന് കുട്ടി പറയാ നമ്മളോട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോഴും നമ്മളുടെ വീടുകൾ അങ്ങനെയാണെങ്കിൽ ഈ വളർന്നു വരുന്ന കുട്ടികൾ ഇത് കണ്ട് പേടിച്ചിട്ടല്ലേ വളരുന്നത്? ഇത് കണ്ട് പേടിച്ചിട്ടല്ലേ നമ്മളുടെ കുട്ടികൾ വളരുന്നത്? പഠിക്കാത്ത കുട്ടികളെ നമ്മൾ കൗൺസിലിങ്ങിന് വിധേയമാക്കുന്നതിന്റെ മുമ്പ് നമ്മളൊന്ന് അവരെ കൗൺസിലിംഗ് നടത്തുമ്പോൾ വീട്ടിലെ ഉപ്പയും ഉമ്മയും തമ്മിലുള്ള അസ്വാരസ്യത്തിന്റെ പേരിൽ, ഉമ്മയും ഉപ്പയും തമ്മിൽ മിണ്ടാത്തതിന്റെ പേരിൽ, ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ പോലും മടി കാണിച്ച് ആ രൂപത്തിൽ നമ്മളുടെ കുടുംബം മാറുമ്പോൾ സ്വാഭാവികമായും അത് ബാധിക്കുക നമ്മളുടെ കുട്ടികളെയാണ്. അവർ പഠനത്തിൽ നിന്ന് പിന്നോക്കം നിൽക്കുകയാണ്, അവർ പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. ഇതാണ് നമ്മളുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ആ കുട്ടികളെയാണ് നമ്മൾക്ക് മാറ്റിക്കൊണ്ടുവരേണ്ടത്. ആ കുട്ടികൾ പേടിച്ചരണ്ടുകൊണ്ടാണ് വീട്ടിൽ ജീവിക്കുന്നത്. അവരിൽ നിന്ന് എങ്ങനെ നമ്മൾ നീതി പ്രതീക്ഷിക്കും? അവരിൽ നിന്ന് എങ്ങനെ നമ്മൾക്ക് സ്നേഹം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും? ഇന്ന് എല്ലാവരും നമ്മളുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വളർന്നു വരുന്ന യുവതലമുറ അത് വിവാഹ ജീവിതത്തിൽ നിന്നൊക്കെ വിരക്തി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത്. ഞാൻ ഒരിക്കലും നമ്മളുടെ യുവതികളായ നമ്മളുടെ പെൺകുട്ടികളെ കുറ്റം പറയാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തില്ല. ആ യുവതികളെ നമ്മളുടെ വളർന്നു വരുന്ന പെൺകുട്ടികളെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവര് കാണുന്നതും കേൾക്കുന്നതും അവരുടെ വീട്ടിലെ അനുഭവങ്ങളാണ്. ഉമ്മ അടിമകളെ പോലെ അവിടെ കഴിഞ്ഞുകൂടുന്നത്, ഉമ്മ പ്രയാസപ്പെടുന്നത്, ഉമ്മ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, ഉപ്പയെ പേടിച്ചിട്ടുള്ള ഉമ്മാന്റെ ജീവിതം, അതുപോലെ തന്നെ ഉപ്പാന്റെ ഉമ്മയെ പേടിച്ചിട്ടുള്ള ജീവിതം, നേരാമ്പണ്ണം ഒരു ഭക്ഷണം കഴിക്കാൻ, നേരാമ്പണ്ണം ഒന്ന് തുറന്ന് സംസാരിക്കാൻ പോലും ഒരാളില്ലാത്ത, ഉമ്മ കിടന്ന് ബേജാറാവുന്നതും ഉമ്മ കിടന്ന് പേടിക്കുന്നതും ഉമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നതും അടിമകളെ പോലെ പണി ചെയ്യുന്നതും നമ്മളുടെ പെൺകുട്ടികൾ പല വീട്ടുകളിലും, എല്ലാ വീടും നമ്മൾ അതിനെ ഉദാഹരണത്തിനായി പറയുന്നില്ല, പല വീടുകളിലും നമ്മളുടെ കുട്ടികൾ ഇത് കാണുമ്പോൾ ആ കുട്ടികളുടെ മനസ്സിൽ തോന്നുക എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം എന്നുള്ളത്, എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം എന്നുള്ളത് കുട്ടികൾക്ക് തോന്നുക. ആ തോന്നുന്നതിൽ നിന്നാണ് വിവാഹം വേണ്ട എന്നുള്ളത് അവർ വെക്കുന്നത്. അതല്ലാതെ ഭർത്താവിന്റെ കൂടെ ജീവിക്കണ്ട എന്നുള്ള പുതിയ ചിന്താഗതി കൊണ്ടൊന്നുമല്ല ബഹുഭൂരിപക്ഷവും. പേടിച്ചിട്ടാണ് അവര്. അടികൊള്ളുന്ന ഉമ്മയെ കാണുക, ഒരു ദിവസം അടിച്ചിട്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത ഉപ്പയെ കാണുക. ഇത് തന്നെയല്ലേ ഞങ്ങളുടെ ജീവിതത്തിന്റെയും ഭാഗം എന്ന് അവര് ചിന്തിക്കാം. അതാണ് നമ്മളുടെ വീടുകളിലെ അന്തരീക്ഷം. ഈ വീടുകളിൽ അന്തരീക്ഷത്തിൽ നിന്നാണ് നമ്മൾ മാറ്റമുണ്ടാക്കേണ്ടത്. അവിടെ നിന്നാണ് നമ്മൾ തുടക്കം കുറിക്കേണ്ടത്. അവിടെ നമ്മൾക്ക് ഒരുപാട് ആളുകളോട് കടമകളുണ്ട്, ഒരുപാട് ആളുകളോട് കടപ്പാടുകളുണ്ട്. മാതാപിതാക്കളോട് സ്നേഹം കാണിക്കണം, മാതാപിതാക്കളെ ആദരിക്കണം, ബഹുമാനിക്കണം. അവർക്ക് സ്നേഹം കൊടുക്കേണ്ടടുത്ത് സ്നേഹം കൊടുക്കണം. മക്കളോട് നമ്മൾ കാണിക്കേണ്ട മര്യാദകളുണ്ട്, കുടുംബത്തിൽ നമ്മൾ കാണിക്കേണ്ട മര്യാദകളുണ്ട്, നമ്മളുടെ സമൂഹത്തോട് നമ്മൾക്ക് ബാധ്യതയുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എന്താ നമ്മളുടെ മാതാപിതാക്കളോടുള്ള നമ്മളുടെ സമീപനം എന്ന് പറയുന്നത്? നമ്മളുടെ മാതാപിതാക്കളോടുള്ള നമ്മളുടെ സമീപനം എന്താ? അള്ളാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ആർക്കാണ് സേവനം ചെയ്യേണ്ടത് എന്ന്, ആർക്കാണ് ഞാൻ കൂടുതൽ സേവനം ചെയ്യേണ്ടത് എന്ന് ചോദിച്ച ഹദീസ് നമ്മൾക്കറിയാം. ഉമ്മാക്ക് എന്ന് പറയുകയും സുമ്മമൻ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മുക്ക എന്ന് പറയുകയും 3 പ്രാവശ്യം ഉമ്മാന്റെ പേര് പറഞ്ഞ് 4ാമത്തെ പ്രാവശ്യം ഉപ്പാന്റെ പേര് പറയാം. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്ന് നമ്മളെ പഠിപ്പിക്കാം. മാതാക്കളുടെ കാൽക്ക് കീഴിലാണ് സ്വർഗം എന്ന് നമ്മളെ പഠിപ്പിക്കാം. അങ്ങനെ പഠിപ്പിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മാതാക്കളോട്, എന്റെ മുമ്പിലിരിക്കുന്ന എന്റെ സഹപ്രവർത്തകർ, എന്റെ സഹോദരിമാർ, നമുക്ക് നന്നായി അറിയാം, നമ്മള് ഉമ്മമാര് മരിച്ചിട്ടില്ലാത്ത, ഉപ്പമാര് ജീവിച്ചിരിക്കുന്ന സഹോദരിമാര് നമ്മളുടെ കൂട്ടത്തിലുണ്ട്. എന്നെ പോലെ ഉപ്പയും ഉമ്മയും മരിച്ച് അനാഥയായ നമ്മളുടെ പെൺകുട്ടികളും നമ്മളുടെ കൂട്ടത്തിലുണ്ടാകും. ഉപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത വീട്ടിലേക്ക് നമ്മൾ പോകുന്ന ഒരു ഗതികേടിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കിയേ.
നമ്മൾ എങ്ങനെ ചെല്ലുകയാണെങ്കിലും നമ്മളുടെ കുട്ടികളുടെ കയ്യും പിടിച്ച്, കുട്ടികളില്ലെങ്കിൽ നമ്മൾ ഒറ്റക്ക് ചെല്ലുകയാണെങ്കിലും നമ്മളുടെ ഉമ്മയും ഉപ്പയും നമ്മളോട് കാണിക്കുന്ന സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ ഉപ്പയില്ലാത്ത വീട്ടിലേക്ക് കയറി ചെല്ലുന്ന നിങ്ങളുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര നമ്മൾക്ക് സ്നേഹം കോരിച്ചൊരിഞ്ഞ് നമ്മളുടെ ആങ്ങളമാരും ഭാര്യമാരും ജ്യേഷ്ഠത്തിമാരും അനിയത്തിമാരും ഒക്കെ തന്നാലും നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ഉമ്മാനെ കാണാൻ പോകുമ്പോൾ ആ ഉമ്മ എന്ന് വിളിക്കാൻ അവിടെ ആളില്ലാത്തതിന്റെ പേരിൽ ആ റൂമുകളൊക്കെ ഒന്ന് അനാഥമാകുമ്പം നമ്മൾ അനുഭവിക്കുന്ന നമ്മളുടെ ഒരു ചങ്കിടിപ്പുണ്ട്, ഒരു നെഞ്ചിടിപ്പുണ്ട്. അതൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തേ നമ്മൾക്ക് പറ്റാത്തത്? നമ്മൾ കണ്ടില്ലേ അന്ന് ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് മഹാപ്രളയം ഉണ്ടായപ്പം മലകളും അതുപോലെ തന്നെ കുന്നുകളും പാറക്കല്ലുകളും മരങ്ങളും ഒക്കെ കടപുഴകിയിട്ട് ഒന്നിച്ചൊലിച്ചു വരുന്ന സമയത്ത് മരിച്ച മയ്യത്തുകൾ ഇങ്ങനെ കൂടിക്കിടക്കുക. കൈയില്ലാത്തതും കാലില്ലാത്തതും തലയില്ലാത്തതും ഒക്കെ ഒരുപാടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ കൈയില്ലാത്തതും കാലില്ലാത്തതും ഒക്കെ പെറുക്കി കൂട്ടി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മയ്യത്ത് മറമടക്കാൻ കൊണ്ടുപോകുമ്പോ അവിടെ ആ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, അൻവർ എന്ന് പറയുന്ന, മുനീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഒലിച്ചു വരുന്ന സമയത്ത് ഒഴുകിപ്പോയ വീടിന്റെ ഒരു ചുമര് ബാക്കി നിൽക്കുമ്പം ആ ചുമരിലെ ഒരു ജനൽ കമ്പിയിൽ അവന് പിടുത്തം കിട്ടുക. ആ പിടുത്തം കിട്ടിയ സമയത്ത് ഇടത് കൈ കൊണ്ടാണ് ആ കമ്പിയിൽ അവൻ പിടിച്ചു നിൽക്കുന്നത്. തന്റെ വലത് കൈയിന്റെ 7 ഭാഗത്ത് പൊട്ട് സംഭവിച്ചിരിക്കുക. ഈ ഒലിച്ചു വരുന്ന സമയത്ത് പാറക്കല്ലിലും മരത്തിലും ഇടിച്ച് ഒരു വലത് കൈയിന്റെ 7 ഭാഗത്ത് പൊട്ടേറ്റിട്ട് വലത് കൈ കൊണ്ട് കമ്പി പിടിക്കാൻ കഴിയാതെ ഇടത് കൈ കൊണ്ട് കമ്പി പിടിച്ചു നിൽക്കുമ്പോഴാണ് തന്റെ കാലിൽ എന്തോ തട്ടി എന്ന് തോന്നുന്നത്. ആ കാലിൽ തട്ടിയത് എന്താണ് എന്ന് നോക്കാൻ വേണ്ടി കാലുകൊണ്ട് പൊന്തിച്ചപ്പം തന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. തന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. അവിടെ നോട്ടെ. തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ താങ്ങിയെടുക്കണം. ഇടത് കൈ കൊണ്ട് ഈ കമ്പി പിടിച്ചിരിക്കുക. കമ്പി വിട്ടാൽ ആ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകും. വലത് കൈ കൊണ്ട് എടുക്കാനും പറ്റുന്നില്ല. കാലുകൊണ്ട് പൊക്കിയെടുത്ത് ഈ 7 പൊട്ട് പൊട്ടിയ കമ്പിയിൽ ആ കയ്യിൽ ഈ ഉമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുക. വേദന കൊണ്ട് പുളഞ്ഞുകൊണ്ടിരിക്കുമ്പോ എപ്പോഴോ ആ വേദന സഹിക്കാതെ അവന് ബോധക്ഷയമുണ്ടാവുകയും കണ്ണൊന്നടയുകയും ആ കണ്ണടഞ്ഞ സമയത്ത് അറിയാതെ വേദന കൊണ്ട് ഈ കയ്യിലുണ്ടായിരുന്ന ഉമ്മയുടെ ശരീരം കയ്യിൽ നിന്ന് ഊർന്നു പോവുകയും മിനിറ്റുകൾ കഴിഞ്ഞ് നോക്കുമ്പോൾ തന്റെ കൂടെ ചേർത്ത് നിർത്തിയിരുന്ന ഉമ്മയെ കാണാനില്ല. ഉമ്മ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോയിരിക്കുക. ആ മകന്റെ വേദനയൊന്ന് ആലോചിച്ച് നോക്കി. ഇന്നും അവൻ കണ്ണീരോടുകൂടി അത് നമ്മളോട് വിശദീകരിക്കുമ്പോൾ നിറകണ്ണുകളോടുകൂടി അല്ലാതെ നമ്മൾക്കത് കേൾക്കാൻ കഴിയില്ല. കൊണ്ടോട്ടിയിൽ 3 വയസ്സ് പ്രായമായ ഒരു കുട്ടി, ആ 3 വയസ്സ് പ്രായമായ കുട്ടിയുടെ ഉമ്മക്ക് കിഡ്നി രോഗം ബാധിച്ചിട്ട് ആ ഉമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴൊക്കെ, ഡയാലിസിസിന് വേണ്ടി ഉമ്മയെ കൊണ്ടുപോകുമ്പോഴൊക്കെ 3 വയസ്സ് പ്രായമായ കുട്ടിയും ഉപ്പയുടെ കൂടെ പോകും. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരും. ഒരു ദിവസം ഈ കുട്ടിയും ഉമ്മയും ഉപ്പയും ആശുപത്രിയിലേക്ക് പോയി. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉമ്മ മരിച്ചു. വെള്ളത്തുണി കൊണ്ട് മൂടിയിട്ട് ആംബുലൻസിൽ കയറ്റി ഈ 3 വയസ്സ് പ്രായമായ കുട്ടിയെയും ആ ഉപ്പയും വീട്ടിലേക്ക് മയ്യത്തുമായിട്ട് വന്നു. അവിടെ കിടത്തി മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെച്ച് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉമ്മയുടെ കൂടെ ഞാനുമുണ്ട് എന്ന് പറയാം. ഉപ്പാനോട് ചോദിക്കുക, എന്തിനാ ഉമ്മാനെ വെള്ളത്തുണിയിൽ പൊതിയുന്നത്? ഉമ്മാന്റെ രോഗം മാറാൻ എന്ന് പറയാം. കുട്ടി വിചാരിച്ചത് ഉമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. ഞാനുമുണ്ട് എന്ന് പറഞ്ഞ് കുട്ടി കൂടെ പോയി. ആ കൂടെ പോയി പള്ളിപ്പറമ്പിലെത്തി 6 അടി മണ്ണിൽ വെച്ച് അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ എന്ന് പറഞ്ഞ് തസ്ബീത്ത് ചൊല്ലി മണ്ണ് വാരിയിടുമ്പം ഈ കുട്ടിയും 3 പിടി മണ്ണ് വാരിയിടിക്കുകയാണ് കുട്ടിയെ കൊണ്ട്. കുട്ടി ചോദിക്കുന്നുണ്ട് ഉപ്പാനോട്, ഉപ്പ എന്തിനാ അമ്മാന്റെ മേലേക്ക് മണ്ണിടുന്നത് എന്ന് ചോദിക്കുമ്പം ഉമ്മാന്റെ രോഗം മാറാൻ എന്ന് പറയുകയാണ്. അവിടെ നിന്ന് പോന്നു. 3 ദിവസം കഴിഞ്ഞ് അസ്ർ നമസ്കാരത്തിന് ശേഷം എല്ലാവരും ചായ കുടിക്കാനിരിക്കുമ്പോ കുട്ടിയെ തിരയുക. കുട്ടിയെ കാണാനില്ല. ആ പൊതുസ്ഥലങ്ങളിലൊക്കെ പൊതു ഇടങ്ങളിലൊക്കെ തന്നെ കുട്ടി അന്വേഷിച്ചു. 4 ഭാഗത്തേക്കും ആളുകൾ പോയി. കുട്ടിയെ കാണുന്നില്ല. മഗ്‌രിബ് നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് ആളുകൾ പോയ സമയത്ത് അവിടെ ഒരു തേങ്ങിക്കരച്ചിൽ കേട്ട് ആളുകൾ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ കബറിടത്തിന്റെ മുകളിൽ കമിഴ്ന്ന് കിടന്നുകൊണ്ട് പൊട്ടിക്കരയുന്ന 3 വയസ്സ് പ്രായമായ കുട്ടിയെ കാണുക. മോനെ എന്ന് പറഞ്ഞ് കുട്ടിയെ താങ്ങിയെടുക്കുമ്പം കുട്ടി പറയുന്നത്, എന്റെ ഉമ്മയെ ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല,
എൻ്റെ ഉമ്മാനെ ഞാൻ വീട്ടിലേക്ക് പോകാൻ വിളിച്ചിട്ട് വരുന്നില്ല, ഞാൻ വിളിച്ചിട്ട് ഉമ്മ വിളി കേൾക്കുന്നില്ല എന്ന് പറയുകയാണ്. ഉമ്മയില്ലാത്ത സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെപ്പോഴാണ് ഉമ്മാനെ കാണാം? ഉമ്മാനോട് ബാധ്യതയുണ്ട്, ഉപ്പാനോട് ബാധ്യതയുണ്ട് എന്നുള്ളത് എപ്പോഴും പറയുന്ന നമ്മൾ എപ്പോഴാണ് ഉമ്മാനോട് ഉപ്പാനോടുള്ള ബാധ്യത എങ്ങനെയാണ് നമ്മൾ തീർക്കുന്നത്? നിങ്ങൾ പറയൂ, നമ്മൾ എപ്പോഴും ഉമ്മാനെയും ഉപ്പാനെയും കാണാൻ പോവാറുള്ളത്? ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട്, എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ ചോദിക്കാറുണ്ട്, ഉമ്മാൻ്റെ അടുത്തേക്ക് പോയില്ലേ, ഇടയ്ക്കൊക്കെ ഉമ്മാനെ കാണാൻ പോണട്ടോ. ഞാൻ എൻ്റെ മക്കളോട്, എനിക്ക് 2 ആൺകുട്ടികളാ, എൻ്റെ മരുമക്കളോട് ഞാൻ പറയാറുള്ളത്, ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉമ്മാനെ കാണാൻ പോകണം, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉപ്പാനെ കാണാൻ പോകണം എന്ന് നമ്മൾ പറയുമ്പോൾ അവർ മടി കാണിക്കുക. നമ്മൾ നിർബന്ധിച്ചാൽ പോലും ഇപ്പം പോയി വന്നിട്ടല്ലേ ഉള്ളൂ എന്ന് പറയാം. ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട്, എൻ്റെ കൂടെ ഉള്ള എൻ്റെ ഫ്രണ്ട്സിനോട് ഒക്കെ തന്നെ നമ്മൾ ഇടയ്ക്ക് പോകണം. ഇല്ലാത്ത പ്രയാസം നമുക്ക് മനസ്സിലാവുക, അത് കണ്ണൊന്ന് അടഞ്ഞാലാ നമ്മൾക്ക് അതിൻ്റെ പ്രയാസം മനസ്സിലാവുക. കാണാൻ പോകണം എന്ന് നമ്മൾ ആവശ്യപ്പെടുക. പക്ഷേ നമ്മൾ പറയുമ്പം പറയല്, ഇന്നും ഫോൺ ചെയ്തിരുന്നു, എന്നും രാത്രി ഉമ്മാനെ വീഡിയോ കോൾ ചെയ്ത്, ഉമ്മാനും ഉപ്പാനും വീഡിയോ കോൾ ചെയ്ത് ഉമ്മാനോടും ഉപ്പാനോടും സംസാരിച്ചതിന് ശേഷമാണ് കിടന്നുറങ്ങാറ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി നമ്മൾ പറയുക. നമ്മൾ എത്ര അഭിമാനത്തോടു കൂടി പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അങ്ങനത്തെ ഒരു അഭിമാനത്തോടു കൂടി നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല. ഒന്നിനും നമ്മൾക്ക് സമയമല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഷ്ഫാഖിന്റെ ചിത്രം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്, കഥയാണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ അത് സൂചിപ്പിച്ചത്. ഞാൻ എന്ത് ഹജ്ജ് ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോ, എന്റെ ഹജ്ജ് ഏത് റബ്ബ സ്വീകരിക്കുക എന്ന് ചോദിക്കുമ്പോ, നമ്മളുടെ ഇബാദത്തുകൾ അത് റബ്ബ് കബൂൽ ചെയ്യണമെങ്കിൽ നമ്മളോട് കണക്കാക്കിയ, നമ്മളോട് പറഞ്ഞ, നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ട് പോണ്ടേ. ഉമ്മമാരെയും ഉപ്പമാരെയും ആഴ്ചയിൽ ഒരിക്കൽ പോണം എന്ന് ഞാൻ പറയുന്നില്ല, 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ പോവണ്ടേ. നമ്മൾ വാട്സപ്പിൽ വിളിക്കാം, വീഡിയോ കോൾ ചെയ്ത് നമ്മൾക്ക് കാണാം, ഒക്കെ ശരി തന്നെ. നമ്മളുടെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം, ഇപ്പം നമ്മൾ ഇന്ന് ഞായറാഴ്ചയാണ്, എന്തിനാ രാവിലെ മുതൽ ഈ സമയം വരെ നമ്മൾ ഇവിടെ വന്നിരുന്നത്? എന്തിനാ രാവിലെ മുതൽ? കുട്ടികൾ ഒച്ചുണ്ടാക്കി അങ്ങനെ തന്നെയല്ലേ വളരാൻ, നമ്മളൊക്കെ അങ്ങനെ വളർന്നല്ലേ. പിന്നെ നമ്മൾ ഈ രാവിലെ മുതൽ ഈ ഉച്ച വരെ, ഈ നട്ടുച്ച നേരത്തും ഈ വെയിലും കൊണ്ട് ഈ റൂമിന്റെ ഉള്ളിൽ നമ്മൾ കടന്നു വന്നത് എന്തിനാ? അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്. അള്ളാഹുവിന്റെ പ്രീതി നമ്മൾക്ക് ലഭ്യമാവണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കടമകളും കർത്തവ്യങ്ങളും നമ്മൾ നിറവേറ്റണ്ടേ, നമ്മളുടെ ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റണ്ടേ. നമ്മൾ കുട്ടികളൊക്കെ ഒന്ന് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ, പണ്ട് കാലത്ത് ഇന്നത്തെ കുട്ടികൾക്ക് അറിയാത്ത ഒരു കാലഘട്ടം നമ്മളുടെ വീട്ടിലുണ്ടായിരുന്നു. പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും കാലഘട്ടം. കരി കൊണ്ടും മണ്ണുകൊണ്ടും പിന്നെ തേച്ച വീടിന്റെ അകത്തളങ്ങൾ നമ്മളുടെ വീടുകളിൽ ഉണ്ടായിരുന്നു. സിമെന്റ് പോലും ഇടാത്ത വീടുകൾ നമ്മളുടെ നാട്ടിലുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിൽ നിന്നൊക്കെ നമ്മൾ കരകയറി വന്ന് അള്ളാഹുവിന്റെ വല്ലാത്ത അപാരമായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ ഖൈറും ബർക്കത്തും നമ്മൾക്ക് ലഭ്യമായിട്ട് ഇന്ന് ആ അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നില്ല. പടച്ച തമ്പുരാൻ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പടച്ച തമ്പുരാൻ നമ്മളെ എല്ലാവരെയും എത്തിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആ കാലഘട്ടവും നമ്മൾക്കിടയിലൊക്കെ കടന്നു പോയിട്ടുണ്ട്. ആഴക്കിണറുകളിൽ നിന്ന് വെള്ളം കോരി നമ്മളെ കുളിപ്പിച്ച്, നമ്മളുടെ വസ്ത്രം കഴുകി, പൈപ്പില്ലാത്ത, മിക്സിയില്ലാത്ത, കരണ്ടില്ലാത്ത കാലഘട്ടത്തിൽ നമ്മളെ പോറ്റുമ്പോഴും ആ ഉമ്മമാര് നമ്മളെ പോറ്റുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്ന് സമയം കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിവെച്ച്, ഒരു ദിവസം തുടച്ചിട്ടില്ലെങ്കിൽ, ഒരു ദിവസം അലക്കിയിട്ടില്ലെങ്കിൽ അതൊക്കെ നമ്മൾക്ക് പിറ്റേന്ന് ചെയ്യാവുന്ന പണിയാണ്. അന്ന് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ഒരു 15 ദിവസം കഴിയുമ്പം നമ്മളൊന്ന് എല്ലാം ഒതുക്കി വെച്ച് ഒരു 10 മണിക്ക് ശേഷം ഒന്ന് നമ്മളുടെ വീട്ടിലേക്ക് പോയി നമ്മളുടെ ഉപ്പാന്റെ നഖം, നമ്മളുടെ ഉമ്മാന്റെ നഖം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളുടെ ഉമ്മാക്ക് നഖം വെട്ടാൻ കഴിയാതെ അവരുടെ ആ നഖം നമ്മളുടെ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും ഒക്കെ കാലിന്റെ നഖത്തിലേക്ക് നമ്മളൊന്ന് നോക്കേണ്ടി. എനിക്കെന്നോ ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നത്, എൻ്റെ മകൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ എൻ്റെ ചെറിയ മകൻ എൻ്റെ കാലിന്റെ നഖം വെട്ടിത്തരും. കാരണം എനിക്ക് കുമ്പിട്ട് നിന്ന് അത് വെട്ടാൻ പ്രയാസമുണ്ട് എന്ന് ഒരു ദിവസം കണ്ടപ്പോ പിന്നെ എല്ലാ ആഴ്ചകൾ എന്ന് പറയുന്നതുപോലെ നഖം വലുതായി എന്ന് അവൻക്ക് തോന്നിയാൽ അവൻ നഖം വെട്ടിത്തരാറുണ്ട്. എൻ്റെ മോന് ഇപ്പം മരുമക്കളും അതുപോലെ തന്നെ നമ്മളെ ആ രൂപത്തിൽ എൻ്റെ മകന്റെ ഭാര്യമാരും എൻ്റെ എല്ലാ കാര്യങ്ങളിലും അവർ ശ്രദ്ധ കാണിക്കാറുണ്ട്. നമ്മളുടെ ഉപ്പമാരുടെ, നമ്മളുടെ ഉമ്മമാരുടെ നഖം, നിങ്ങളൊന്ന് കാലിന്റെ നഖം, കൈ പോകട്ടെ, കാലിന്റെ നഖം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണി. നല്ല കട്ടിയുള്ള നഖമായിരിക്കും, നീണ്ടു വന്നിട്ട്. കാരണം അവർക്ക് വെട്ടാൻ കഴിയുന്നില്ല.
സമയത്തിന് വെട്ടാൻ കഴിയാത്തത് കൊണ്ട് അത് കട്ടിയായി നീളം വെച്ച് വന്നിട്ട് അത് പിന്നെ അവര് മുറിക്കുന്നത്, അവർക്ക് നെയിൽ കട്ടർ ഉപയോഗിക്കാൻ ഇപ്പോഴും കഴിയാത്ത ഉമ്മമാര് നമ്മളുടെ കൂട്ടത്തിലുണ്ട്. ഷുഗർ വന്ന് ബ്ലേഡ് കൊണ്ട് നഖം മുറിച്ച് കാലിന്റെ നഖത്തിന്റെ ഭാഗത്ത് മുറിവ് വന്ന് അത് പഴുത്തിട്ട് വിരല് മുറിച്ച സഹോദരിമാർ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. നമ്മളൊന്ന് നമ്മളുടെ ഉമ്മയുടെ അടുക്കലേക്ക് പോയി, ഉപ്പയുടെ അടുക്കലേക്ക് പോയി ഒരു 2 ആഴ്ച കൂടുമ്പം അവരുടെ നഖമൊന്ന് വെട്ടിക്കൊടുത്ത്, ഉമ്മാന്റെ തലയൊക്കെ ഒന്ന് ചീകി കൊടുത്ത്, പേനില്ലെങ്കിലും മുടിയൊക്കെ ഒന്ന് തടവിക്കൊടുത്ത്, ഉമ്മ കുളിച്ചു കഴിഞ്ഞ് വരുമ്പം ഉമ്മാന്റെയും ഉപ്പാന്റെയും കൂടെ ഇരുന്നൊന്ന് ഭക്ഷണം കഴിച്ച് 3 മണി സമയമാകുമ്പോഴേക്കും സ്കൂൾ വിട്ട് കുട്ടികൾ വരും. ഉമ്മ പോട്ടെ എന്ന് ചോദിച്ചിട്ട് വാപ്പ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് വാപ്പാന്റെ കുട്ടി ഇപ്പൊ തന്നെ പോണോ എന്ന് ചോദിച്ചാൽ സ്കൂൾ വിട്ട് വരൂല വാപ്പ, ഞാൻ അടുത്ത ആഴ്ച വരണ്ട, അല്ലെങ്കിൽ പിന്നത്തെ ആഴ്ച എന്തായിരുന്നു. അപ്പൊ അവര് പറയുന്നൊരു വാക്കുണ്ട്, ഇനി ഒഴിവുള്ള ദിവസം കുട്ടികളെ കൂട്ടിയിട്ട് വന്നാൽ മതി എന്നുള്ളത്. നമ്മളെ കാണുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് കുട്ടികളെ കാണണം. അത് പറഞ്ഞ് നമ്മൾ വീട്ടിന്റെ ഉമ്മറത്ത് നിന്ന് ഇറങ്ങുമ്പോൾ, സിറ്റ് ഔട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ബസ്സിലാണ് പോകുന്നത് എങ്കിൽ കണ്ണ് മറയുന്നത് വരെ അവര് നോക്കി നിൽക്കുന്നൊരു നിൽപ്പുണ്ട്. എവിടെന്നാ നമ്മൾക്കത് കിട്ടുക? ആ ഉമ്മമാരുടെ, ആ ഉപ്പമാരുടെ പ്രാർത്ഥനയാണ് നമ്മൾ, അവര് കൊണ്ട വെയിലാണ്, അവരുടെ പ്രാർത്ഥനയാണ് ഇന്ന് ഈ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. നമസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി അള്ളാഹുവിന്റെ മുമ്പിൽ 2 കൈയും മേലോട്ടുയർത്തി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് വഖ്ഫിൽ ലഹുമാ ജനാഅ ദുല്ലി മിനർ റഹ്മ വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്ന് പറയാൻ മറന്ന് എഴുന്നേറ്റ് പോരുന്ന എത്ര ദിവസങ്ങൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. എത്ര ദിവസങ്ങൾ ചെറുപ്പത്തിൽ എന്നോട് ഏത് രൂപത്തിലാണോ റബ്ബെ കാരുണ്യം കാണിച്ചത്, ആ രൂപത്തിൽ കാരുണ്യത്തിന്റെ ചിറകിനെ നീ അവർക്ക് താഴ്ത്തിയിട്ട് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം ആ പ്രാർത്ഥന മറന്നിട്ട് നമസ്കാരപ്പായിൽ നിന്ന് എഴുന്നേറ്റ് പോരാറുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ അവർക്ക് വേണ്ടി? എന്നാൽ ഈ ജീവിച്ചിരിക്കുന്ന ഉമ്മയും ഉപ്പയും ഏത് വക്തിൽ എന്ന് വേണ്ട, അവരൊന്ന് വെറുതെ ഇരിക്കുമ്പം നമ്മളെ കുറിച്ച് ആലോചിക്കുമ്പം നെഞ്ചകം പൊട്ടിക്കൊണ്ട് അവരുടെ ഹൃദയത്തിന്റെ അന്തരാളത്തിലുള്ള അവരെ ഒളിപ്പിച്ചു വെച്ച സ്നേഹം എന്ന് പറയുന്നത് അവരുടെ നെഞ്ചിൻ കൂടി തകർത്തുകൊണ്ട് പുറകിലെ പിന്നെ വായിൽ നിന്ന് നിർഗളിക്കുന്നത് റബ്ബേ എന്റെ മക്കൾ കാരുണ്യം കൊടുക്കണേ റബ്ബേ എന്നുള്ളത്, എന്റെ മക്കൾക്ക് നല്ലത് കൊടുക്കണേ റബ്ബേ എന്ന് നമസ്കാരത്തിന്റെ വേളയിൽ മാത്രമല്ല അല്ലാത്തപ്പോഴും നമ്മളുടെ ആളുകൾ പ്രാർത്ഥിക്കാം, നമ്മളുടെ മാതാക്കൾ പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന, അവരുടെ പ്രാർത്ഥനയാണ് നമ്മളുടെ ഈ ജീവിതം എന്നുള്ളത്. ആ ജീവിതം എന്ന് പറയുന്നത് അതാണ് എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ആ രൂപത്തിൽ മാതാപിതാക്കളെ സ്നേഹിക്കാൻ നമ്മൾക്ക് കഴിയണം. എപ്പോഴും സ്നേഹിക്കണം. എപ്പോഴും നമ്മളുടെ കുട്ടികളോട്, നമ്മളുടെ ചെറുപ്പക്കാരെ പോയി സ്നേഹിക്കണം, അല്ലെങ്കിൽ അവരെ പോയി കാണണം എന്ന് നമ്മൾ പറയുന്നില്ല. ഇൻദകൽ കിബർ, അവർക്ക് വാർദ്ധക്യം വരുന്ന സമയത്തെങ്കിലും വഖല റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മ യബ്ലുഅന ഇൻദകൽ കിബ്ര എന്നുള്ളത് അല്ലാഹു വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കാം. വയസ്സാകുന്നതോടുകൂടി അവർക്ക് തോന്നും മക്കളെ ഒന്ന് കാണണം എന്നുള്ളത്, അവർക്ക് തോന്നും മക്കളൊന്ന് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ആ സമയത്ത് മക്കള് നമ്മളൊന്ന് ചെല്ലാൻ, നമ്മളൊന്ന് ദയ കാണിച്ചാൽ അവർക്ക് കണ്ണീരൊഴുക്കേണ്ടി വരില്ല, അവരുടെ മനസ്സിന് സമാധാനമുണ്ടാകും. അവിടേക്ക് നമ്മൾ എത്തണം. അതെത്താത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ മക്കൾ, നമ്മളുടെ മക്കൾ വളർന്ന് വലുതാകുമ്പോൾ നമ്മൾ കാണിക്കാത്ത സ്നേഹം നമ്മളുടെ മക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ആ പ്രതീക്ഷിക്കാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മളുടെ മാതാപിതാക്കളോട് കാണിക്കേണ്ട സ്നേഹം മാതാപിതാക്കളോട് കാണിക്കാത്തത് കൊണ്ടാണ് നമ്മളുടെ വളർന്നു വരുന്ന മക്കളിൽ നിന്ന് നമ്മളും പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നത്. നമ്മളുടെ മക്കളിൽ നിന്ന് പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അതാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കുട്ടികൾ നമ്മളുടെ കൂടെ വേണ്ടേ? എന്താ നമ്മൾ കണ്ടത്? ഇർഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിലെ 5 ആളുകളെയാണ് ഇർഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നത്. ആദ്യം സ്വന്തം ഉമ്മയെ, ആ ഉമ്മയെ തലക്കടിച്ച് അവിടെ വീഴ്ത്തിയിട്ട് ഉമ്മ മരിച്ചു എന്ന് വിചാരിച്ച് കുടുംബത്തിലെ ഓരോരുത്തരെയായി ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നു. വിശദീകരിക്കാതെ തന്നെ നമ്മളൊക്കെ വളരെ വേദനയോടുകൂടി നോക്കിക്കണ്ട രംഗം. എന്നിട്ട് സ്വന്തം മനുജന് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തി വാങ്ങിക്കൊണ്ടുവന്ന് ആ മന്തി കൊടുത്ത് അവൻ ആർത്തിയോടുകൂടി അത് കഴിക്കുന്നത് നോക്കി നിന്ന് അവൻ അത് കഴിച്ചു കഴിഞ്ഞപ്പോ, ആ കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന്
ഇക്കാക്കാന്റെ മുഖത്ത് നോക്കി പറയുന്ന സമയത്ത് ചുറ്റിക കൊണ്ട് പിന്നിലൂടെ വന്ന് ആ മന്തി കഴിച്ച അനുജനെയും കൊലപ്പെടുത്തിയ ഇർഫാനിന്റെ ചിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. എങ്ങനെ ഇത്ര ക്രൂരനാകാൻ കഴിഞ്ഞു നമ്മളുടെ മക്കൾക്ക്? എങ്ങനെയാണ് നമ്മളുടെ മക്കൾക്ക് ക്രൂരത കാണിക്കാൻ കഴിയുന്നത്? ഇന്ന് വളർന്നു വരുന്ന യുവതലമുറ നമ്മളെല്ലാവരും പറയുന്നത് പോലെ ലിബറലിസത്തിന്റെ, മതനിരപേക്ഷയുടെ, മതനിരാസത്തിന്റെ പിന്നാലെ പോകുമ്പോൾ ദൈവത്തെ കണ്ടെത്താൻ അവർക്ക് കഴിയാത്തതിന്റെ പേരിൽ, അള്ളാഹുവിനെ കണ്ടെത്താൻ അവർക്ക് കഴിയാത്തതിന്റെ പേരിൽ, അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസമില്ലാത്തതിന്റെ പേരിൽ, ദൈവകോപമുണ്ടാകുമെന്ന് അവർക്കറിയാത്തതിന്റെ പേരിൽ എന്ന് നമ്മൾ പഠിച്ചതാ. അള്ളാഹുവിന്റെ കോപം എന്ന് പറയുന്നത് അത് മാതാപിതാക്കളോടുള്ള കോപമാണ്. അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ തൃപ്തിയാണ്. ആ മാതാപിതാക്കളുടെ തൃപ്തി അതുണ്ടെങ്കിലേ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നമ്മളുടെ മക്കളെ പഠിപ്പിക്കാത്തത് കൊണ്ട് കൊല്ലാനും കൊല വിളിക്കാനും അവർക്ക് മടിയില്ല. മതനിരാസത്തിന്റെ പിന്നാലെ നമ്മളുടെ കുട്ടികൾ പോവുക, ലഹരിയുടെ പിന്നാലെ നമ്മളുടെ കുട്ടികൾ പോവുക. എവിടുന്നൊക്കെ അവർക്ക് ലഹരി കിട്ടുന്നോ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, പേര് പറയാൻ പോലും നമ്മൾക്കറിയാത്ത രൂപത്തിലുള്ള ലഹരി വസ്തുക്കളാണ് ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്നത്. അതിന്റെ പിന്നാലെ പോവുക. മക്കളെ ഉപദേശിക്കണ്ടേ നമ്മൾ? ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ ഉപദേശിച്ച ഉപദേശങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് സൂറത്ത് ലുക്മാനിലൂടെ നമ്മൾ പഠിച്ചതാ. സമയം ഒരുപാടായി എന്ന് എനിക്കറിയാം, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആ ലുക്മാൻ അലൈഹിസ്സലാം പഠിപ്പിച്ച ആ പരിശുദ്ധ ഖുർആനിന്റെ 30 ജുസുവും വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലാതെ നമ്മളുടെ മുമ്പിലുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത മാതൃക നമ്മളുടെ മുമ്പിലുണ്ട്. ഗനീമത്ത് സ്വത്ത് കൂട്ടിയിട്ട സമയത്ത് ഫാത്തിമ ബീവിയുടെ പേരക്കുട്ടികൾ വന്ന് അതിൽ നിന്ന് മക്കൾ വന്ന് അതിൽ നിന്ന് റസൂലിന്റെ പേരക്കുട്ടികൾ ഫാത്തിമ ബീവിയുടെ മക്കൾ വന്ന് അതിൽ നിന്നൊരു ഈത്തപ്പഴം എടുത്ത് വായിലിട്ട സമയത്ത് അത് കൈ അണ്ണാക്കിലേക്ക് കൊണ്ടുപോയി അത് തിരിച്ചെടുത്തിട്ട് ഇത് നമ്മൾക്ക് കഴിക്കാൻ അർഹതപ്പെട്ടതല്ല എന്ന് പറയുന്ന പ്രവാചകന്റെ ചിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. നേരത്തെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആസിം ബിൻ ഉമർ എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പാൽക്കാരി തള്ളയുടെ മകളുടെ ചിത്രം പറഞ്ഞു. ആ കഥയിലെ, ആ സത്യത്തിലെ ആ പെൺകുട്ടിയുടെ മകൾ, ആ മകളുടെ മകന്റെ കുട്ടി ആരാണ്? 2ാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തപ്പോൾ ഏറ്റവും ചെറുപ്പമുള്ള ഖലീഫ, ഏറ്റവും ചെറുപ്രായത്തിൽ ഖലീഫയായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തന്റെ ആ പള്ളിയുടെ ഓരത്ത് ആപ്പിൾ കൂട്ടിയിട്ടിരിക്കുക. തന്റെ ചെറിയ മകൻ ഓടി വന്ന് അതിൽ നിന്നൊരു ആപ്പിൾ എടുത്ത് കടിക്കാൻ ഒരുങ്ങുമ്പം അത് കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് വീട്ടിലേക്ക് പറഞ്ഞയക്കാം. ആപ്പിളിന് വേണ്ടി കരഞ്ഞപ്പം അത് കൊടുക്കാൻ കൂട്ടാക്കാതെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ചെന്നപ്പം ഉമ്മ ആപ്പിള് കിട്ടാത്തതിനാണ് കുട്ടി കരഞ്ഞത് എന്ന് കണ്ടപ്പം തന്റെ ഭൃത്യനെ പറഞ്ഞയച്ച്, കാശ് കൊടുത്ത് ഭൃത്യനെ പറഞ്ഞയച്ച് അങ്ങാടിയിൽ നിന്ന് ഒരു ആപ്പിൾ വാങ്ങിച്ചു കൊണ്ടുവന്നു, കുട്ടിക്ക് കൊടുത്തു. കുട്ടി അത് കയ്യിൽ പിടിച്ച് കടിച്ചു തിന്നുന്ന സമയത്താണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് കടന്നു വരുന്നത്. ഞാൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടതാണ്, പിന്നെ എങ്ങനെ അവന് കിട്ടി എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് അത് കയ്യിൽ നിന്ന് വാങ്ങാൻ ഒരുങ്ങുമ്പം പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് ഞാൻ ഭൃത്യനെ പറഞ്ഞയച്ച് അങ്ങാടിയിൽ നിന്ന് വാങ്ങിയതാണ്, ഗനീമത്ത് സ്വത്തല്ല എന്നുള്ളത്. ഹറാം അവരുടെ കുട്ടികളെ കൊണ്ട് അവർ തീറ്റിയിരുന്നില്ല, ഹറാം അവരുടെ കുട്ടികൾക്ക് ഭക്ഷിക്കാൻ കൊടുത്തിരുന്നില്ല. നമ്മള് ഹറാമും ഹലാലും നമ്മളുടെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ കണ്ടതിന്റെയൊക്കെ പിന്നാലെ നമ്മളുടെ കുട്ടികൾ പോകുമ്പോൾ ഇത് തന്നെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുക. ഇത് തന്നെയാണ് നമ്മളുടെ നാട്ടിലുണ്ടാവുക. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ആരെയും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പലപ്പോഴും നമ്മൾ വളർത്തിയെടുത്ത് വന്ന പാകപ്പിഴവാണെന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഞാൻ എന്താ ചെയ്യുക എന്നുള്ളത്. നമ്മൾക്കേ ചെയ്യാനുള്ളൂ, നമ്മൾക്കേ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൂ. നമ്മളുടെ പെൺകുട്ടികൾ, ആൺകുട്ടികള് ഒരു ഭാഗത്ത് അവിടെ നിൽക്കട്ടെ, നമ്മളുടെ പെൺകുട്ടികൾ കോളേജ് വിട്ട് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ ക്ലാസ്മേറ്റിന്റെ, അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ബൈക്കിന്റെ പിന്നാലെ വന്ന് നമ്മളുടെ വീട്ടിന്റെ മുറ്റത്ത് ആ ബൈക്ക് വന്ന് നിർത്തി നമ്മളുടെ വീട്ടിലേക്ക് കയറി വരുമ്പം എന്തിനാ മോളെ ബൈക്കിന്റെ പിന്നിലൊക്കെ പോരാൻ നിന്നത് എന്ന് ഒരു വാക്ക് നമ്മൾ ചോദിക്കാറില്ല. സ്കൂളിലേക്ക് പോകാൻ അല്ലെങ്കിൽ കോളേജിലേക്ക് പോകാൻ നമ്മളുടെ കുട്ടികൾ വീട്ടിന്റെ പടിക്കൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലെ ചെറുപ്പക്കാരൻ കോളേജിലേക്ക് പോകാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയത്ത് ലിഫ്റ്റ് ചോദിച്ച് അതിന്റെ പിന്നിൽ കയറി നമ്മളുടെ കുട്ടികൾ പോകുമ്പോൾ ചോദിക്കാറില്ല, നമ്മൾ പറയാറില്ല അത് ഹറാമാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല.
പറയണ്ടേ നമ്മൾ? എന്നാലല്ലേ നമ്മളുടെ കുട്ടികൾക്കറിയാം. നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. നമ്മളുടെ മക്കളുടെ കല്യാണം നിശ്ചയിക്കുമ്പോൾ വികലമാക്കരുത് വിവാഹ വിശുദ്ധി എന്ന ക്യാപ്ഷനോടുകൂടി സംസ്ഥാന MGM കമ്മിറ്റി വലിയ ഒരു ക്യാമ്പയിൻ നടത്തി. നമ്മളുടെ പിന്നെ വികലമാക്കരുത് വിവാഹ വിശുദ്ധി എന്നുള്ളത്. ഇപ്പൊ എന്താ നമ്മളുടെ കല്യാണത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒന്നും വേണ്ട, ആർഭാടങ്ങൾ വേണ്ട എന്ന് നമ്മൾ പറയുന്നില്ല. പിന്നെ അള്ളാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിൽ നമ്മളുടെ വിവാഹങ്ങളും ആഘോഷങ്ങളും ഒക്കെ ആവാം, വേണ്ട എന്നില്ല. പക്ഷെ നിക്കാഹ് നടക്കുന്നതിന്റെ മുമ്പ്, നിക്കാഹ് കഴിയുന്നതിന്റെ മുമ്പ് ഒരു കുടുംബ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മളുടെ കല്യാണത്തിന്റെ കുറി കിട്ടുമ്പം, കത്ത് കിട്ടുമ്പം അതിന്റെ പിന്നിൽ സേവ് ദി ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സേവ് ദി ഡേറ്റ് എന്ന് എഴുതി വെക്കുക. എന്നിട്ട് അതിൽ പിന്നെ പെണ്ണിന്റെയും ചെക്കന്റെയും ഫോട്ടോ, അത് ഏത് രൂപത്തിലുള്ള ഫോട്ടോയാണ് നമ്മൾക്ക് കിട്ടുന്നത് എന്ന് നിങ്ങൾ ഒന്ന് സങ്കല്പിച്ചു നോക്കി. അത് ഏതെങ്കിലും കാട്ടിലൂടെ നടന്നു പോകുന്നത്, ഏതെങ്കിലും കടൽ തീരത്ത് കൂടി കൈ പിടിച്ച് നടന്നു പോകുന്നത്, ആ കൈ ഇങ്ങനെ പിടിച്ച് സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത്, ആ രൂപത്തിലുള്ള ഫോട്ടോ വെച്ച് നമ്മളുടെ മകന്റെയും അല്ലെങ്കിൽ നമ്മളുടെ മകളുടെയും, മകൾ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരന്റെയും ഫോട്ടോ ആ തരത്തിൽ വരണമെങ്കിൽ നിക്കാഹ് കഴിയുന്നതിന്റെ മുമ്പ് ആ ചെറുപ്പക്കാരന്റെ കൂടെ ഏത് ധൈര്യത്തിലാണ്, ഏത് ഇസ്ലാമിലാണ്, ഏത് ഹദീസിലാണ് അത്തരത്തിൽ നമ്മളുടെ കുട്ടികൾ പെരുമാറണം എന്ന് പറഞ്ഞു കൊടുത്തത്? ആ കുട്ടികളുടെ ജീവിതത്തിലുടനീളം അവരെന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആളില്ല എന്ന് വരുമ്പോ അവർ വളർത്തിയെടുക്കുന്ന കുട്ടികൾ ആ തരത്തിലേക്കല്ലേ പോവുക? ഏറെ സങ്കടത്തോടു കൂടി എൻ്റെ സഹോദരിമാരോട് പറയട്ടെ, കുറ്റപ്പെടുത്തുകയാണ് എന്ന് പറയരുത്. ഇന്ന് പ്രയാസത്തോടു കൂടി നമ്മൾ ഒരു കല്യാണ വീട്ടിലേക്ക് ചെന്നാൽ, നിക്കാഹ് കഴിഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി പോകുമ്പോൾ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരുന്ന, സ്റ്റേജിലേക്ക് പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ആരവമുണ്ട്. കയ്യുകൊട്ടി പാട്ടുപാടി ആവട്ടെ, അതൊന്നും നമ്മൾ എതിർക്കുന്നില്ല. പക്ഷെ ആ സ്റ്റേജിലേക്ക് കയറിയാൽ ഇത്രയധികം ആളുകളുടെ സ്റ്റേജിന്റെ മുമ്പിൽ വെച്ച് എത്രയോ കാരണവന്മാരായ ആളുകൾ, എത്രയോ പ്രായം ചെന്ന ആളുകൾ ഒക്കെ ഇരിക്കുന്ന സദസ്സിലേക്ക് ആ പെൺകുട്ടി കയറി വരുമ്പം, നിക്കാഹ് കഴിഞ്ഞ പെണ്ണാണ്, അവളെ കൈ പിടിച്ച് കയറ്റട്ടെ, നമ്മൾക്ക് വിരോധമില്ല. സ്റ്റെപ്പ് കയറുമ്പം ഭർത്താവ് കൈ പിടിച്ച് ഭാര്യയെ കയറ്റിയാൽ അതിന് നമ്മൾക്ക് വിരോധമില്ല. പിന്നെ ഫോട്ടോഗ്രാഫർ എന്തൊക്കെയാണോ ആവശ്യപ്പെടുന്നത്, ഫോട്ടോഗ്രാഫർ ആവശ്യപ്പെടുന്നത് മുഴുവനും അവിടെ വെച്ച് ചെയ്യുന്ന ഒരവസ്ഥ. നമ്മളൊക്കെ പിന്നെ നമ്മളുടെ റൂമിൽ സ്വകാര്യമായിട്ട് ഭർത്താവും ഭാര്യയും ആദ്യം കണ്ടുമുട്ടുമ്പോ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ വെക്കുന്നത് പോലും പരസ്യമായിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളുടെ മക്കൾ ചെയ്യുന്നത്, കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്ന എന്റെയും നിങ്ങളുടെയും കുടുംബത്തിലെ നമ്മളുടെ കുട്ടികൾ, അവർക്കുണ്ടാവുന്ന കുട്ടികൾ ഇത്തരത്തിലല്ലാതെ ഏത് തരത്തിലാ പിന്നെ മാറുക? നമ്മള് കണ്ടില്ലേ, നമ്മള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഒപ്പമിരിക്കുന്ന കുട്ടിയെ നെഞ്ചക്ക് ഉപയോഗിച്ച് കൊലപ്പെടുത്തി എന്ന് പറയുന്നത്. എന്താണ് നെഞ്ചക്ക് എന്ന് ഈ പ്രായത്തിൽ നമ്മൾക്കറിയാത്തത് കൊണ്ട് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഈ നെഞ്ചക്ക് എന്ന് പറയുന്ന ഉപകരണം എന്താന്ന് പഠിച്ചത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നെഞ്ചക്ക് ഉപയോഗിച്ച് ഷഹബാസ് എന്ന് പറയുന്ന കുട്ടിയെ കൊലപ്പെടുത്തുക. ആരാ ഇവര്? നമ്മള് സ്കൂളിലേക്ക് പോയിരുന്ന കാലത്ത്, ഞാൻ അവസാനിപ്പിക്കുക, നമ്മൾക്കറിയാം, ഇപ്പൊ നിപ്പയെ പേടിച്ച്, കൊറോണയെ പേടിച്ച് നമ്മളുടെ കൺമുന്നിൽ നിന്ന് ചീനത്തെ ഒരു മാവിൽ നിന്ന് മാങ്ങ വീണാൽ പോലും അതെടുക്കാൻ നമുക്ക് പേടിയാ. അത് കല്ല് കൊണ്ടിട്ടൊന്ന് പൊട്ടിയാൽ അതെന്തെങ്കിലും കൊത്തിക്കാണോ എന്നുള്ള ബേജാറാ, എടുക്കൂല നമ്മൾ സ്കൂളിലേക്ക് പോയിരുന്ന സമയത്ത് അപ്പുറത്തെ മാവിന്റെ ചുവട്ടിൽ നിന്ന് വീണ മാങ്ങ കാക്ക കൊത്തിയതാണെങ്കിലും വവ്വാല് കൊത്തിയതാണെങ്കിലും ആ ഭാഗം വായ കൊണ്ട് കടിച്ചിട്ട് നമ്മൾ ഓരോരുത്തരും അത് പങ്കുവെച്ച് അവസാനം കിട്ടുന്നവൻ അതുമായിട്ട് ഓടുന്ന ആ ഒരു രംഗമൊന്ന് ആലോചിച്ച് നോക്കിയേ. പൂച്ചെടികളോടും അതുപോലെ തന്നെ പൂക്കളോടും വേലിപ്പടർപ്പുകളോടും മഴവെള്ളത്തിനോടും ഒക്കെ കളിച്ചും ചിരിച്ചും പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മളെ പഠിപ്പിക്കുന്ന മാഷ് കണക്ക് തെറ്റിയതിന്റെ പേരിൽ കൈ നീട്ടാൻ വേണ്ടി ആവശ്യപ്പെടുമ്പം വിറയാർന്ന കൈകൾ നീട്ടി കാണിച്ചു കൊടുക്കുന്ന സമയത്ത് തോമസ് മാഷിന്റെ കയ്യിലേക്കൊന്ന് ആഞ്ഞു പതിക്കുമ്പം ബേജാറായിട്ട് പേടിയോടുകൂടി കണ്ണടച്ച് നിൽക്കുമ്പം അടി വീഴുമ്പം ഇപ്പുറത്തിരിക്കുന്ന നമ്മളുടെ കൂടെ ഇരിക്കുന്ന നമ്മളുടെ സീനത്തും അതുപോലെ തന്നെ ഖദീജയൊക്കെ ആയിരിക്കും നമ്മൾക്ക് വേണ്ടി അവരുടെ കണ്ണിൽ നിന്ന് പേടിയോടുകൂടി അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴും. വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തിയാൽ ഇന്നത്തെ പോലെ ആയിരുന്നില്ല. അമ്മായിമാരും എളാമ്മമാരും അയൽപ്പക്കക്കാരും ഒക്കെ ഏതെങ്കിലും ഒരു വീട്ടിന്റെ തിണ്ണയിൽ ഒരുമിച്ച് കൂടുകയും
ഒന്നിച്ചിരുത്ത് വർത്തമാനം പറയുമ്പം ആ മുറ്റത്ത് നമ്മളൊക്കെ കളിച്ചും ഓടിയും ചാടിയും ഒക്കെ നടക്കുമ്പം നമ്മൾ തല്ലുകൂടാറുണ്ട്, നമ്മൾ തർക്കിക്കാറുണ്ട്, നല്ല അടി നടക്കാറുണ്ട്. ഒരു ഉമ്മയും എഴുന്നേറ്റ് വന്ന് എന്തിനാ തല്ലുകൂടുന്നത് എന്ന് ചോദിക്കാറില്ല, നിർത്തിപ്പോകുന്നുണ്ടോ എന്ന് ചോദിക്കാറില്ല. മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനാകുമ്പം ഇനി വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കയ്യും കാലും കഴുകി മഗ്‌രിബ് നമസ്കരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കും. ആ കാലഘട്ടം ഉണ്ടായിരുന്നു. അത്രയും തല്ലുകൂടിയിട്ടും വൈകുന്നേരത്ത് രാത്രി വീട്ടിലേക്ക് ഉപ്പ വരുമ്പം ജ്യേഷ്ഠനും അനുജനും അല്ലെങ്കിൽ ജ്യേഷ്ഠത്തെയും അനുജത്തെയും തമ്മിലുള്ള എന്തെങ്കിലും അസ്വാരസ്യത്തിന്റെ പേരിൽ ഉപ്പയൊന്ന് ഒച്ചയിട്ടാൽ, വാപ്പയൊന്ന് ഒച്ചയിട്ടാൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ ഓടി വന്നിട്ട് വേലിപ്പടർപ്പിൽ വന്ന് നിന്നിട്ട് എന്തിനാ ചീത്ത പറയോ എന്നുള്ള പേടിണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് സഹപാഠികൾ എന്നുള്ളത് മാറ്റി നിർത്തി കൂടപ്പിറപ്പുകളായി നമ്മൾ കാണുന്ന നമ്മളുടെ കൂട്ടുകാർ ഒപ്പമിരിക്കുന്ന കുട്ടികളെ കൊല്ലാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളുടെ കുടുംബ സംവിധാനം മാറിയെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്ന് നമ്മൾക്കറിയാത്തൊരു വസ്തുതയാണ്. ഇവിടെയൊക്കെ ആത്യന്തികമായി നമ്മൾക്കുണ്ടാവേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. ആ വിശ്വാസത്തിനെ, ഇന്ന് വികലമായ വിശ്വാസത്തെ നമ്മളുടെ സമൂഹം മൂല്യച്യുതിയിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ യഥാർത്ഥമായ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള കലിമത്തിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് അവരെ നേരായ ദിശയിലേക്ക് നമ്മൾ നയിച്ചാൽ ഈ ക്യാപ്ഷൻ അതിന്റെ അർത്ഥവത്തായ രൂപത്തിൽ നമ്മളുടെ ആളുകളുടെ മുന്നിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ കൃതാർത്ഥരായി ഈ KNM ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തും. നാളെ അള്ളാഹുവിന്റെ പ്രതിഫലം ഇതിന്റെ ഭാഗമായി നമ്മൾക്ക് ലഭ്യമാകും. അങ്ങനെ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, അള്ളാഹുവിന്റെ നരകം അത് സത്യമാണ്, സ്വർഗവും സത്യമാണ്. നരകത്തിൽ നിന്ന് അകറ്റുന്നതും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതുമായ പ്രവർത്തനങ്ങളിൽ മുഴുകാൻ പടച്ച തമ്പുരാൻ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പടച്ച തമ്പുരാൻ അവരുടെയൊക്കെ രോഗങ്ങൾ മാറ്റി അവർക്കൊക്കെ സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ള ഒരു ജീവിതം പ്രദാനം ചെയ്യുമാറാവട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പടച്ച തമ്പുരാൻ ഹലാലായ മാർഗത്തിൽ അവരുടെ കടങ്ങളൊക്കെ വീട്ടി അവർക്ക് സുഭിക്ഷിതമായ ഒരു ജീവിതം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ ഉമ്മമാരും ഉപ്പമാരും സജ്ജനങ്ങളായ ഒരുപാട് ആളുകൾ, സഹോദരി സഹോദരന്മാരൊക്കെയുണ്ട്. പടച്ച തമ്പുരാൻ അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, അവരുടെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ, ബർസക്കിയായ ജീവിതം റാഹത്തിലാക്കട്ടെ. നമ്മളെയും അവരെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയ മുർസലീങ്ങൾക്കൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബന ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ വഗ്ഫിർ ലഹുമാ ജനാഅ ദുല്ലി മിനർ റഹ്മ വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ പരപ്പനങ്ങാടി പള്ളിയുമായി കേന്ദ്രീകരിച്ച് ഏതാനും വർഷങ്ങളായി IMB പ്രവർത്തനം സജീവമായി നടന്നു വരുന്നു. നിരവധി പാവപ്പെട്ട രോഗികൾക്ക് ധനസഹായം ചെയ്തു വരുന്നു. അതുകൊണ്ട് കൂടാതെ ഒരു ആംബുലൻസും സജീവമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആർക്കെങ്കിലും ഇതിനുവേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാൻ താല്പര്യമുള്ളവർ എല്ലാ മാസവും ഒരു നിശ്ചിത സംഖ്യ ഇതിന്റെ പ്രവർത്തകരുമായി ഏൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ മാസം തോറും ഏകദേശം 35-40 രോഗികൾക്ക് ധനസഹായം ചെയ്തു വരുന്നുണ്ട്. അതേപോലെ മെഡിക്കൽ ഉപകരണങ്ങൾ, കഫം പുടവ, മറ്റ് സാമഗ്രികളും ഇവിടെ നമ്മൾ ഫ്രീ ആയിട്ട് അത് ചെയ്തു വരുന്നുണ്ട്. നിങ്ങളെപ്പോലെ ഉദാരമതികളായ സഹോദരി സഹോദരന്മാരിൽ നിന്നും കിട്ടി വരുന്ന സംഖ്യയാണ് നമ്മൾ ഇവർക്കൊക്കെ നൽകി വരുന്നത്.
അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്ന സംഖ്യ നമ്മുടെ കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.